ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ഫസ്റ്റ് CSAT ക്ലാസ്. അപ്പോൾ CSAT എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ധാരണ ഉണ്ടാവും അല്ലേ? സോ ഇഫ് യു ലുക്ക് ഓൺ ടു അവർ പ്രിലിംസ് എക്സാം, സിവിൽ സർവീസിൻ്റെ പ്രിലിംസ് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 2 പേപ്പേഴ്സ് അല്ലേ? ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ GS ജനറൽ സ്റ്റഡീസ് പേപ്പർ ആൻഡ് ദെൻ കംസ് ദി CSAT അല്ലേ? GS പേപ്പറും CSATും ഉണ്ട്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ CSAT എന്ന് പറയുന്ന ടോപ്പിക്കിനെ ഓൾ ടുഗെദർ ആണ്. ഓക്കെ, അപ്പോൾ CSAT പേപ്പറിൻ്റെ ഒരു സ്ട്രക്ചറിങ് നോക്കിക്കഴിഞ്ഞാൽ ഇഫ് യു ലുക്ക് ഓൺ ടു ദി സിലബസ് ഓഫ് CSAT വി ക്യാൻ സീ ദാറ്റ് UPSC വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു 6 സബ് ടോപ്പിക്സ് അതിൽ പറയുന്നുണ്ട്. ലൈക്ക് കോംപ്രിഹെൻഷൻ, ജനറൽ മെൻ്റൽ എബിലിറ്റി, ബേസിക് ന്യൂമറസി, ഓക്കെ, ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽ ഇൻക്ലൂഡിങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് UPSC സ്പെസിഫിക് ആയിട്ട് അവരുടെ സിലബസിൽ പറയുന്നുണ്ട്. പക്ഷേ ഇത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും വി ക്യാൻ സീ ദാറ്റ് ദർ ആർ വോൾ ലോട്ട് ഓഫ് ടോപ്പിക്സ് ഈസ് ആക്ച്വലി ഇൻ ഓൾ ദിസ് സബ് ടോപ്പിക്സ്. ഇപ്പോൾ ഉദാഹരണത്തിന് ബേസിക് ന്യൂമറസി എന്ന് പറയുമ്പോൾ ഒരുപാട് ടോപ്പിക്സ് അതിലേക്ക് വരുന്നുണ്ട്. ലൈക്ക് ആവറേജസ്, റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻ, വർക്ക് ആൻഡ് ടൈം. അപ്പോൾ അതുപോലെ ഒരുപാട് സബ് ടോപ്പിക്സ്, റീസണിങ്ങിലും അതുപോലെ ഒരുപാട് സബ് ടോപ്പിക്സ് ഉണ്ട്. സോ ഇഫ് യു ലുക്ക് ഓൺ ടു അവർ പ്രിലിമിനറി എക്സാം, നമ്മുടെ GS എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് വി നീഡ് എ കട്ട് ഓഫ് മാർക്ക്. ബട്ട് ഇൻ കേസ് ഓഫ് CSATൽ അങ്ങനെ ഇറ്റ്സ് ആക്ച്വലി എ ക്വാളിഫയിങ് പേപ്പർ. അതൊരു ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ്. ദാറ്റ് മീൻസ് ഇൻ കേസ് ഓഫ് CSAT വി ഓൺലി നീഡ് 33% ഓഫ് ദി ടോട്ടൽ മാർക്സ്. 200 മാർക്കിൽ ഏകദേശം 33% മാത്രം നമ്മൾ സ്കോർ ചെയ്താൽ മതിയാവും. GSൻ്റെ കേസിൽ അങ്ങനെയല്ല, GS1ൻ്റെ കേസിൽ അങ്ങനെയല്ല. GS1ൻ്റെ കേസിൽ നമുക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലത്. ബിക്കോസ് കട്ട് ഓഫ് ഇറ്റ് പ്യൂർലി ഡിപ്പെൻഡ്സ് ഓൺ ദി പേപ്പർ സിനാരിയോ, വെദർ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ഓർ ഈസി. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഒരു റിസ്ക് എടുക്കാൻ കഴിയില്ല. ഇത്ര മാർക്സ് കൂടുതൽ കിട്ടിയാൽ നമ്മൾ ക്ലിയർ ആകും എന്ന് നമുക്ക് GSൻ്റെ കേസിൽ പറയാൻ പറ്റില്ല. ബട്ട് ഇൻ കേസ് ഓഫ് CSAT, ഇഫ് യു സ്കോർ ദാറ്റ് ബേസിക് 33% ഓഫ് മാർക്സ്, ദാറ്റ് മിനിമം 33% ഓഫ് മാർക്സ് out of 200, we can say that we can clear this CSAT paper. ഓക്കെ, അതായത് 33% എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 66 point something, ഒരു റൗണ്ട് ടു 67 മാർക്സ്. ഓക്കെ, അപ്പോൾ നിങ്ങളതിലൊരു കുറച്ചും കൂടെ ഒരു സേഫർ സോൺ പിടിച്ചു കഴിഞ്ഞാൽ, അതായത് എബവ് ഒരു 75 അല്ലെങ്കിൽ ആ ഒരു ബിറ്റ്വീൻ 75 and 80 ആണ് നമ്മുടെ ഒരു ടാർഗറ്റ് വെക്കുന്നതെങ്കിൽ അത്രയും വർക്കൗട്ട് ചെയ്താൽ മതിയാവും, അത്രയും സ്കോർ ചെയ്താൽ മതിയാകും ഇൻ ഓർഡർ ടു ക്ലിയർ ദിസ് പേപ്പർ. അതുതന്നെയാണ് CSATൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈവൻ ദോ UPSCയുടെ ആ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടൊരു 6 സബ് ടോപ്പിക്സാണ് 6 ടോപ്പിക്സാണ് അവർ കൊടുത്തിരുന്നെങ്കിലും അതിൽ ഒരുപാട് ടോപ്പിക്സ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനെ നമ്മൾ ഈ സ്പ്ലിറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അതിനെ ഇൻഡെപ്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സബ് ടോപ്പിക്സ് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്രയും കൂടെ പഠിച്ചെടുക്കാൻ ഇറ്റ് വിൽ ബി എ വെരി ഹെക്റ്റിക് തിങ്. ഓക്കെ, അത്രയും കൂടെ പഠിക്കാൻ അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെ നമ്മൾ അത്രയും ടാസ്ക് എടുത്ത് പഠിക്കേണ്ട കാര്യമല്ല. ഓക്കെ, കാരണം നമുക്ക് ഈ 33% മാർക്സ് മതിയാവും. അപ്പോൾ ഇതെങ്ങനെയാണ് CSAT പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിലേക്ക് പോകണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അതായത് നമ്മൾ പ്രീവിയസ് ഇയറിൽ നോക്കുമ്പോൾ ചില ചോദ്യങ്ങൾ റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതായിട്ട് കാണാൻ കഴിയും ചില ടോപ്പിക്സിൽ നിന്ന്. അപ്പോൾ ആ ടോപ്പിക്സിന് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ 33% എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ ടോപ്പിക്സും ഒന്നും പഠിക്കേണ്ട കാര്യമല്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതിയാകും. അങ്ങനെ ചെയ്യുമ്പോൾ അത് മാത്രം നമ്മൾ പഠിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ CSATൻ്റെ ഈ 33% മാർക്സ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന പോലെ നോൺ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. സോ ഇഫ് യു ലുക്ക് ഇൻ കേസ് ഓഫ് ദോസ് സ്റ്റുഡൻസ് വിച്ച് ഇസ് ഫ്രം ദി നോൺ സയൻസ് ബാക്ക്ഗ്രൗണ്ട്, ഓക്കെ, ആ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ആൾക്കാർക്ക് അവർക്ക് ഈ ബേസിക് ന്യൂമറസി അതുപോലെ തന്നെ ചില ടോപ്പിക്സ് ഒക്കെ വരുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യും. അപ്പോൾ നമ്മൾ CSATൻ്റെ ചോദ്യങ്ങൾ നോക്കിക്കഴിയുമ്പോൾ അവർക്ക് കുറച്ച് നെഗറ്റീവ് അടിക്കാൻ സാധ്യതയുണ്ട് ബിക്കോസ് ഓഫ് സെർട്ടൻ ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ അവർക്ക് കുറച്ച് ടെൻഷൻ വരാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അവർക്കും കൂടെ അതായത് അവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് UPSC ഇങ്ങനൊരു മാനദണ്ഡം വെച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു 33% മാർക്ക് നമ്മൾ ഗെയിൻ ചെയ്താൽ മതിയാകും. അപ്പോൾ എല്ലാം കൂടെ എല്ലാ മാത്തമാറ്റിക്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കിയിട്ട് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഓപ്റ്റ് ചെയ്യുക, അതിൽ നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ വി ക്യാൻ ഈസിലി ഗെറ്റ് ദിസ് 33% ഓഫ് മാർക്സ്. അപ്പോൾ ഇവിടെ ഞാൻ ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും അങ്ങനെയാണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ ഓപ്റ്റ് ചെയ്തു. ആ ടോപ്പിക്സാണ് നിങ്ങളെ ഞാൻ ആദ്യം പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്സിൽ നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ എന്നിട്ട് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക, എന്നിട്ട് ഒരുപാട് ടെസ്റ്റ് സീരീസ് നിങ്ങൾ എടുക്കുക.
അപ്പോൾ തന്നെ നമുക്ക് CSAT-ൻ്റെ കാര്യത്തിൽ ഈ പറയുന്ന പോലെ കുറച്ചും കൂടെ നമുക്കൊരു കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ CSAT-ൽ വേറെ ഒരു കൈൻഡ് ഓഫ് ഷോർട്ട് കട്ട്സും ഇല്ല. ദ ഓൺലി വേ ടു അച്ചീവ് സക്സസ് ഇൻ CSAT ഇസ് ത്രൂ റെഗുലർ പ്രാക്ടീസ്. മാക്സിമം ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ നോക്കുക. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം വർക്കൗട്ട് ചെയ്യുക. എത്രത്തോളം സ്കോർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഓക്കെ, സോ ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു നീഡ് ടു ഡു ഹിയർ. പ്രാക്ടീസ്. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാവോ അത്രത്തോളം നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് വരും CSAT-ൽ. കാരണം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ UPSC ചോദിക്കുന്നത് വളരെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അതായത് 2022 ഒരു ചോദ്യം പോലെ ആയിരിക്കത്തില്ല 23-ൽ, അതുപോലെ ആയിരിക്കത്തില്ല 24-ൽ. അപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും, ഇത് എങ്ങനെ നമ്മളിത് വർക്കൗട്ട് ചെയ്യും. ഇപ്പോൾ റിപ്പീറ്റഡായിട്ട് ഇപ്പോൾ SSCക്കും കേരള PSCക്കും ഒക്കെ ചോദിക്കുന്ന പോലെ റിപ്പീറ്റഡായിട്ട് ചോദ്യങ്ങളായിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രാക്ടീസ് അതായത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. പക്ഷേ ഈ കേസിൽ നമ്മൾ എങ്ങനെ ചെയ്യും? നിങ്ങൾ ടെൻഷൻ അടിക്കേ വേണ്ട. മാക്സിമം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ തന്നെ അത് സെറ്റാക്കി വരും. ഒരു ചോദ്യം കാണുമ്പോൾ അതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ വരും. ഓക്കെ, സോ ഹിയർ ദ ഓൺലി ഷോർട്ട് കട്ട് ടു സക്സസ് ഇൻ കേസ് ഓഫ് CSAT ഇസ് പ്രാക്ടീസ്. മാക്സിമം ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പിന്നെ ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. സംശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ആ സംശയങ്ങളൊക്കെ കവർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റായിട്ട് പഠിച്ച് മുന്നേറാൻ ശ്രമിക്കുക. CSAT അവസാന നിമിഷത്തേക്ക് വെക്കരുത്. അത് ആ ഒരു ലെവലിൽ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാനൊരു CSAT-ൻ്റെ ബേസിക് കാര്യങ്ങൾ. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് യുവർ ടൈം. അപ്പോൾ വരും ദിവസങ്ങളിൽ ഞാൻ കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് ആ സംശയം ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ ഫസ്റ്റ് ടോപ്പിക് ഇൻ CSAT, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് നമ്പർ സിസ്റ്റം. നമ്പർ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമ്പർ സിസ്റ്റത്തെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ, നമ്പർ സിസ്റ്റത്തിലെ തിയറീസിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ നമുക്ക് ബേസിക് ന്യൂമറസിയുടെ ബാക്കിയുള്ള ടോപ്പിക്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. സോ വി നീഡ് ടു നോ ഓൾ ദി കൺസെപ്റ്റ്സ് റിഗാർഡിംഗ് ദി നമ്പർ സിസ്റ്റം. നമ്പർ സിസ്റ്റത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, അതെല്ലാം നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കി ടോപ്പിക്സ്, ബേസിക് ന്യൂമറസിയുടെ ബാക്കി ടോപ്പിക്സ് വളരെയധികം എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഓൾറൈറ്റ്. പിന്നെ ഈ നോൺ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള കുട്ടികൾ, സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത കുട്ടികൾ, അവർ വളരെയധികം ശ്രദ്ധിക്കുക. ഈ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ ക്ലാസ്സുകൾ കേൾക്കുക. ഓക്കെ, അതുപോലെ സംശയങ്ങൾ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സംശയം ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുക. Alright, so let's start with our first topic, that is number system, and we are going to the basics of number system. Okay. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസിക്സിലേക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഹിയർ we are going to discuss about the basics regarding number system. അപ്പോൾ നമ്പർ സിസ്റ്റത്തിലെ ബേസിക്സ് എന്ന് പറയുമ്പോൾ we need to know what are the types of numbers. നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസിക്സ് നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു സെറ്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്പേഴ്സിനെ നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? റിയൽ നമ്പേഴ്സും ഇമാജിനറി നമ്പേഴ്സും. ഏതൊക്കെ നമ്പേഴ്സാണ്? റിയൽ നമ്പേഴ്സ് ആൻഡ് ഇമാജിനറി നമ്പേഴ്സ്. നമ്മുടെ UPSCയിൽ ഈ ഇമാജിനറി നമ്പേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടിയിട്ടാണ് ഞാനിതിവിടെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? റിയൽ നമ്പേഴ്സായിട്ടും ഇമാജിനറി നമ്പേഴ്സായിട്ടും ക്ലാസിഫൈ ചെയ്യാം. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി നമ്പർ വിച്ച് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ എ നമ്പർ ലൈൻ. നമ്പർ ലൈൻ എന്ന് പറയുന്ന ഒരു ഇൻഫിനിറ്റ് ലൈൻ ഉണ്ട്. ഓക്കെ, അതായത് 0-ൽ നിന്ന് മൈനസിലേക്ക്, അതുപോലെ തന്നെ 0-ൽ നിന്ന് പോസിറ്റീവ് സൈഡിലേക്ക്, ഇങ്ങോട്ട് അതായത് റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ് സൈഡ് ആൻഡ് ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവ് സൈഡ്. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡുമുള്ള ഒരു ഇൻഫിനിറ്റ് രണ്ട് ഡയറക്ഷനിലേക്കും ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കുക ഈ ഒരു നമ്പർ ലൈൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു നമ്പർ ലൈനിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അതിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സാണ് എന്ത് പറയുന്നത്? ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറഞ്ഞത്. അത് ഇമാജിനറിയാണ്, അങ്ങനെ ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് I എന്ന് പറയുന്നത്. അപ്പോൾ
ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു -1 എന്നൊക്കെ ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഫിസിക്സും എഞ്ചിനീയറിങ്ങും ഒക്കെ ഉള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അതായത് ശരിക്കും ഈ ഐ എന്ന് പറയുന്ന ഒരു നമ്പർ ഒരു ഇമാജിനറി നമ്പറാണ്. അതായത് ശാസ്ത്രജ്ഞന്മാർ ഈ ഐ കണ്ടുപിടിച്ച എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഫിസിക്സിൽ ചില കാൽക്കുലേഷനൊക്കെ ചെയ്തു വന്നപ്പോൾ ഇവർ സ്റ്റക്കായിപ്പോയി ചില ഏരിയയിൽ. അപ്പോൾ അത് കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു നമ്പറാണ് ഈ ഐ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വാല്യൂ ആണ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സ് ഇമാജിനറി നമ്പേഴ്സാണ്. നമുക്ക് ഈ ഐ എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ നമ്പർ ലൈനിലൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്, കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയും. അത് നമുക്ക് ആവശ്യമൊന്നുമില്ല. അതായത് ഈ റിയൽ നമ്പേഴ്സ് പ്ലസ് ഇമാജിനറി നമ്പേഴ്സ്, ആ ഒരു കോംപ്ലക്സ് നമ്പറിൽ റിയൽ നമ്പറും കാണും, ഒരു ഇമാജിനറി നമ്പറും കാണും. ഉദാഹരണത്തിന് 3+i ഇതൊരു കോംപ്ലക്സ് നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇമാജിനറി നമ്പറും കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണ്ടുന്നത് റിയൽ നമ്പേഴ്സാണ്. UPSCയിൽ ചോദ്യങ്ങൾ, അതായത് ചില ടെർമിനോളജീസൊക്കെ വരുന്നത് ഈ റിയൽ നമ്പേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്പേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, റിയൽ നമ്പേഴ്സ്, ഇമാജിനറി നമ്പേഴ്സ്. അപ്പോൾ എന്താണ് റിയൽ നമ്പേഴ്സ്? ദ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ എ നമ്പർ ലൈൻ. ഒരു നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്പർ ലൈൻ എന്ന് പറയുന്നത്? അത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും, അതായത് പോസിറ്റീവ് സൈഡിലേക്കും നെഗറ്റീവ് സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്ന, ഇൻഫിനിറ്റായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഇമാജിനറി ഒരു ലൈനാണ്. ഓക്കെ, ഒരു ലൈനാണ്. ആ ലൈനിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് 1, 2, 3, 4, 5. ഓക്കെ, ഇനി നെഗറ്റീവ് സൈഡിലേക്കാണെങ്കിൽ -1, -2, -3. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി 2.5, ഓക്കെ, 3.1. അപ്പോൾ ഇങ്ങനെ ഏതൊരു നമ്പർ എടുത്താലും ആ നമ്പറിനെ നമുക്ക് നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? റിയൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. ഇനി റിയൽ നമ്പേഴ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. അതായത് റാഷണൽ നമ്പേഴ്സ് ഉണ്ട്, ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി എന്താണെന്നുള്ളതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ റിയൽ നമ്പേഴ്സിനെ നമ്മൾ ബേസിക്കായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. സോ വാട്ട് യു മീൻ ബൈ എ റാഷണൽ നമ്പർ? റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ അതായത് റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? എനി നമ്പർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എ ഫ്രാക്ഷൻ. ഓക്കെ, അതായത് ഏതൊരു നമ്പറിനെയും നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റുന്നെങ്കിൽ ആ ഒരു നമ്പറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റാഷണൽ നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എല്ലാ നമ്പറിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, സോ ചില നമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റും. എനി നമ്പർ വിച്ച് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ദി ഫോം ഓഫ് P/Q, അതായത് ഒരു ഫ്രാക്ഷൻ പോലെ എഴുതാൻ പറ്റുന്ന ഏതൊരു നമ്പറിനെ നമുക്ക് എന്ത് വിളിക്കാം? റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കാം. ഉദാഹരണത്തിന് ഈ പറയുന്ന പോലെ 1/2. ഓക്കെ, അല്ല 1/2 എന്ന് പറയുന്നത് വി നോ ദാറ്റ് ദ വാല്യൂ ഈസ് 0.5. അപ്പോൾ 0.5 എന്ന് പറയുന്ന ആളെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ആയിട്ട് എഴുതാം. 0.5 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറാണ്. ആ നമ്പറിൻ്റെ ഫ്രാക്ഷനായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? 1/2 ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു നമ്പറിനെ നമ്മൾ എന്ത് വിളിക്കും? ഇതിനെ റാഷണൽ നമ്പർ എന്ന് വിളിക്കും. അതായത് 0.5 ഈസ് എ റാഷണൽ നമ്പർ ബിക്കോസ് വി ക്യാൻ കൺവേർട്ട് ദാറ്റ് 0.5 ഇൻറ്റു എ P/Q ഫ്രാക്ഷൻ. ഓക്കെ, ഇനി 2 എന്ന് പറയുന്ന നമ്പർ, 2 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറാണോ? അതെ, തീർച്ചയായിട്ടും അതെ. 2നെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രാക്ഷനായിട്ട് മാറ്റാം. എങ്ങനെ മാറ്റാം? 2/1. ഒരു നമ്പർ വെറുതെ എക്സിസ്റ്റ് ചെയ്യത്തില്ല. ആ നമ്പറിൻ്റെ ഡിനോമിനേറ്ററിൽ എന്തുണ്ടാവും? എപ്പോഴും 1 ഉണ്ടാവാം. ഓക്കെ, ഉദാഹരണത്തിന് നിങ്ങൾ 5 എന്ന് പറയുന്നൊരു നമ്പർ എടുക്കുക. സോ 5ൻ്റെ ഡിനോമിനേറ്ററിൽ എപ്പോഴും 5/1 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, സോ 5/1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. അപ്പോൾ ഒരു നമ്പറിനെ, ഒരു സിമ്പിൾ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനെ P/Q ഫോമാറ്റിൽ എഴുതാൻ പറ്റും. എങ്ങനെയാണ്? അതിൻ്റെ അടിയിൽ 1 കൂടെ കൊടുത്താൽ മതി. സോ 5നെ നമുക്ക് P/Q ഫോമാറ്റ് അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഫോമാറ്റിൽ നമുക്ക് മാറ്റാൻ പറ്റും. എങ്ങനെ? 5/1 എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഹിയർ എ റിയൽ നമ്പറിനെ നമുക്ക് എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? റാഷണൽ നമ്പറായിട്ടും ഇറാഷണൽ നമ്പറായിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ എനി നമ്പർ വിച്ച് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ദി ഫോം ഓഫ് P/Q. P/Q എന്ന് പറയുന്ന ഫോമാറ്റിൽ, ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു നമ്പറിനെ നമ്മൾ എന്ത് വിളിക്കും? റാഷണൽ നമ്പർ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഇറാഷണൽ നമ്പറോ? എനി നമ്പർ വിച്ച് കനോട്ട് ബി റെപ്രസെൻറ്റഡ്. അതായത് നമുക്ക് P/Q ഫോമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇറാഷണൽ നമ്പർ എന്ന് വിളിക്കുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് പൈയുടെ വാല്യൂ. അതായത് 3.14732 എന്ന് പറഞ്ഞ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തങ്ങ് പോകും.
അപ്പോൾ ഇവിടെ ഡെസിമൽ പ്ലേസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഡിഫറെൻറ്റ് ഡിജിറ്റ്സ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. എന്താണ്? ഡിഫറെൻറ്റ് ഡിജിറ്റ്സ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. റെപ്പറ്റീഷൻ വരുമ്പോൾ അതിനെ നമുക്ക് മിക്ക കേസിലും P/Q ഫോമാറ്റിൽ നമുക്ക് എഴുതാൻ പറ്റും. ഉദാഹരണത്തിന് 3.3333 എന്ന് പറയുന്ന ഒരു നമ്പർ, ഈ ഒരു ഡെസിമൽ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? P/Q ഫോമാറ്റിൽ നമുക്ക് എഴുതാൻ പറ്റും. അതൊക്കെ നമ്മൾ പഠിക്കും ഇനി അങ്ങോട്ട് വരുന്ന ക്ലാസ്സുകളിൽ. ഓക്കെ, പക്ഷേ ഇറാഷണൽ നമ്പറിൻ്റെ കേസിൽ അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് പൈയുടെ വാല്യൂ 3.14732 എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പൈയുടെ വാല്യൂസൊക്കെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? പൈനെ ഒരു P/Q ഫോമാറ്റിൽ എഴുതാൻ കഴിയില്ല. പക്ഷേ ചിലപ്പോൾ മാത്സിലൊക്കെ നിങ്ങൾ 22/7 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ കണ്ടു കാണും. Either you can take the value of pi as 3.142 or 22/7 എന്നൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുഞ്ഞ് ക്ലാസ്സിലെ പഠിക്കുമ്പോൾ, അല്ലേ? പക്ഷേ ഈ 22/7 എന്ന് പറഞ്ഞാൽ എന്തിനാ അവർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ സ്കൂൾ ലെവലിലാണ് പഠിക്കുന്നത്, അല്ലേ? അതേസമയം നിങ്ങൾ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ് ലെവലിൽ മാത്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ ഒരിക്കലും 22/7 ഓപ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അതായത് പൈയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 22/7 അല്ല, ഇറ്റ് ഈസ് 3.147 എന്ന് പറഞ്ഞ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ്. സോ പൈയുടെ വാല്യൂ പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു നമ്പറിനെ 22/7 എന്ന് പറയുന്ന അതിൻ്റെ നിയർ ബൈ വാല്യൂയിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പമാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇത് തെറ്റാണ്. ഓക്കെ, നോർമലി കാൽക്കുലേഷൻ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് ക്ലാസ്സുകളിൽ ഈ സർക്കിളിൻ്റെ ഏരിയയും അതുപോലെ തന്നെ കേർവ്ഡ് ആയിട്ടുള്ള 3D ഫിഗേഴ്സിൻ്റെയൊക്കെ ഏരിയയും വോളിയും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി അത് കുറച്ചും കൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 22/7 അവർ കൊണ്ടുവന്നത്. അല്ലാത്ത പക്ഷം 3.14 എന്ന് പറയുന്ന ആ വാല്യൂ തന്നെയാണ് സയൻറ്റിഫിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ പൈ ഈസ് ആൻ ഇറാഷണൽ നമ്പർ വിച്ച് വി കനോട്ട് കൺവേർട്ട് ദാറ്റ് ഇൻ ദി ഫോം ഓഫ് P/Q. അപ്പോൾ എങ്ങനെയാണ് എല്ലാ ഈ പറയുന്ന പോലെ റെക്കറിങ് ആയിട്ടുള്ള, അതായത് ഡെസിമൽസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്, അല്ലേ? അതായത് ഇപ്പോൾ പൈയുടെ കേസിലാണെങ്കിൽ 3.14732 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ആൻഡ് അതിന് മറ്റൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതി 3.333 എന്ന് പറഞ്ഞ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇത് നമുക്ക് P/Q ഫോമാറ്റിൽ എഴുതാം. ഓക്കെ, അതായത് ഡെസിമൽ പ്ലേസസിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? P/Q ഫോമാറ്റിൽ എഴുതാൻ പറ്റും. സോ വി ക്യാൻ കൺസിഡർ ദിസ് ആസ് എ റാഷണൽ നമ്പർ. അതേസമയം ഈ പൈ പോലെ റിപ്പീറ്റഡ് ആകാത്ത അതിന് അടുത്ത മറ്റൊരു എക്സാമ്പിളാണ് √2ൻ്റെ വാല്യൂ. ഓക്കെ, ഇഫ് യു ലുക്ക് ഓൺ ടു ദി വാല്യൂ ഓഫ് √2ൻ്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 1.7. ദാറ്റ് ലൈക്ക്വൈസ് ഇറ്റ് വിൽ ബി ഗോയിങ് ഓൺ 1.4 സംതിങ്. അതിങ്ങനെ പോവുകയാണ്. അപ്പോൾ അതും ഈ പറയുന്ന പോലെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ √2നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? P/Q ഫോമാറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? കാരണം √2ൻ്റെ വാല്യൂ എടുക്കുമ്പോൾ ഡെസിമൽ പ്ലേസസിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഡിജിറ്റ്സ് എന്താണ്? ഡിഫറൻ്റ് ആണ്, റിപ്പീറ്റ് ചെയ്യപ്പെടുന്നില്ല, ഡിജിറ്റ്സ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? P/Q ഫോമാറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. എല്ലാ റെക്കറിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഡെസിമൽസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ, നോട്ട് റെക്കറിങ്, ഡെസിമൽസ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഡെസിമൽസ് ഇങ്ങനെ പോകുന്ന ഒരു നമ്പർ ആണെങ്കിൽ അത് രണ്ട് ടൈപ്പ് ഉണ്ട്. അതിൽ റെക്കറിങ് ആയിട്ടും ഉള്ളതുകൊണ്ട് നോൺ റെക്കറിങ്ങും ആയിട്ടുള്ളതുണ്ട്. അതായത് ഡെസിമൽസ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഡെസിമൽസ് റിപ്പീറ്റ് ചെയ്യപ്പെടാത്തതുകൊണ്ട്. റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന നമ്പേഴ്സ്, ഉദാഹരണത്തിന് നമ്മളിതാ ഇവിടെ എഴുതിയ പോലെ 2.3333 അല്ലെങ്കിൽ 2.252525 എക്സെട്ര. അപ്പോൾ ഇങ്ങനെ റെക്കറിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ P/Q ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിനെ നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയും. മറിച്ച് അങ്ങനെ റെക്കർ ചെയ്യാത്തത്, ഉദാഹരണത്തിന് 1.632517 എന്ന് പറഞ്ഞ്, അതായത് ഓരോ ഡിജിറ്റ്സും ഇങ്ങനെ മാറി വരികയാണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? P/Q ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. സോ വി ക്യാൻ കാറ്റഗറൈസ് ഇറ്റ് ആസ് എ ഇറാഷണൽ നമ്പർ. ഓക്കെ, അപ്പോൾ എന്താണ് റാഷണൽ നമ്പർ? ഇറാഷണൽ നമ്പർ എന്ന് മനസ്സിലായല്ലോ. സോ എനി നമ്പർ വിച്ച് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ദി ഫോം ഓഫ് P/Q, ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് റാഷണൽ നമ്പർ. മറിച്ച് ഇറാഷണൽ നമ്പർ ആണെങ്കിൽ എന്താണ്? എനി നമ്പർ വിച്ച് വി കനോട്ട് ബി റെപ്രസെൻറ്റഡ് ഇൻ ദി ഫോം ഓഫ് ഫ്രാക്ഷൻ ഓർ ഇൻ ദി ഫോം ഓഫ് P/Q. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ക്ലാസിഫിക്കേഷൻ കഴിയുന്നോ? ഇല്ല. ഈ റാഷണൽ നമ്പറിനെ തന്നെ പിന്നെ രണ്ട് തരമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നോൺ ഇൻറ്റിജർ റാഷണൽ നമ്പേഴ്സും ഇൻറ്റിജേഴ്സും. എന്താണ് നോൺ ഇൻറ്റിജർ റാഷണൽ നമ്പേഴ്സ്? ആ പേരിൽ തന്നെ ഉണ്ട്. ഓക്കെ, അതായത് നോൺ ഇൻറ്റിജർ റാഷണൽ നമ്പേഴ്സും ഇൻറ്റിജേഴ്സും. സോ വാട്ട് ഈസ് ആക്ച്വലി നോൺ ഇൻറ്റിജർ റാഷണൽ നമ്പർ എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നോൺ ഇൻറ്റിജർ റാഷണൽ നമ്പർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യു നീഡ് ടു നോ വാട്ട് ഈസ് ആക്ച്വലി ആൻ ഇൻറ്റിജർ. അപ്പോൾ ഇൻറ്റിജർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അല്ലേ?
അതായത് നോൺ ഇൻറ്റിജർ റാഷണൽ നമ്പർ. അപ്പോൾ ഇൻറ്റിജർ എന്താണെന്ന് അറിഞ്ഞാലല്ലേ നോൺ ഇൻറ്റിജർ റാഷണൽ നമ്പർ എന്താണെന്ന് മനസ്സിലാക്കൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഇൻറ്റിജർ എന്താണെന്ന് പഠിക്കാം. സോ what do you mean by an integer? A number that is not a fraction or denominator consisting of 1. Okay. അപ്പോൾ a number that is not a fraction or denominator consisting of 1. ഫ്രാക്ഷൻ അല്ല അഥവാ ഡിനോമിനേറ്റർ 1 വരുന്നു. ഓക്കെ, ഫ്രാക്ഷൻ അല്ല അഥവാ ഡിനോമിനേറ്റർ 1 വരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നമ്പർ 2 എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഫ്രാക്ഷൻ. ഓക്കെ, ഓർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് 2 as 2/1. അപ്പോൾ 2/1ൻ്റെ വാല്യൂ എന്താണ്? 2 തന്നെയാണ്. അതുകൊണ്ടാണ് ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ നമ്പർ ദാറ്റ് ഈസ് നോട്ട് എ ഫ്രാക്ഷൻ ഓർ ഡിനോമിനേറ്റർ കൺസിസ്റ്റിംഗ് ഓഫ് 1. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത്, അതായത് ഒരു നമ്പറിൻ്റെ കീഴിൽ ഡിനോമിനേറ്റർ 1 ആയിട്ട് വരുന്ന മോസ്റ്റ് ഓഫ് ദി കേസസിൽ വി ക്യാൻ സേ ദാറ്റ് നമ്പർ ഈസ് ആൻ ഇൻറ്റിജർ. അല്ലെങ്കിൽ ഫ്രാക്ഷൻ അല്ലാത്ത നമ്പേഴ്സിനെ നമ്മൾ എന്ത് പറയുന്നു? ഇൻറ്റിജർ എന്ന് പറയുന്നു. അപ്പോൾ അതിന് എക്സാമ്പിളാണ് 2, 3, 4, 5. പിന്നെ അതുപോലെ തന്നെ -1, -2. ഓക്കെ, നെഗറ്റീവ് നമ്പേഴ്സും വരും. ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ എനി നമ്പർ വിച്ച് ഇസ് നോട്ട് എ ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ അല്ലാത്ത ഏതൊരു നമ്പറിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻറ്റിജർ എന്ന് വിളിക്കും. അപ്പോൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സും ഉണ്ട്, നെഗറ്റീവ് ഇൻറ്റിജേഴ്സും ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ട്, നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട്. അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റിജേഴ്സും ഉണ്ട്, നെഗറ്റീവ് ഇൻറ്റിജേഴ്സും ഉണ്ട്. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ് 2, 3, 4, 5. ഓക്കെ, നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് -1, -2, -3. പിന്നെ ഈ നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ് വരുന്ന ഒരാളും കൂടെ ഉണ്ട്. അയാളെ നമ്മൾ 0 എന്ന് പറയും. 0 എന്ന് പറയുന്നത് പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ല. ഓക്കെ, സോ ആൻ ഇൻറ്റിജർ വിച്ച് ഇസ് നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0. ഓക്കെ, അപ്പോൾ റാഷണൽ നമ്പേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇൻറ്റിജേഴ്സും നോൺ ഇൻറ്റിജർ റാഷണൽ നമ്പേഴ്സും. അപ്പോൾ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷൻ അല്ലാത്ത നമ്പേഴ്സ്. ഓക്കെ, അത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സും ഉണ്ട്, നെഗറ്റീവ് ഇൻറ്റിജേഴ്സും ഉണ്ട്. അതേസമയം നോൺ ഇൻറ്റിജർ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാലോ ഫ്രാക്ഷൻ വരുന്ന നമ്പേഴ്സ് അല്ലേ? അപ്പോൾ അവരെ എന്താ വിളിക്കുന്നത്? നോൺ ഇൻറ്റിജർ ആയിട്ടുള്ള നമ്പേഴ്സ്. ഓക്കെ, അതായത് ഉദാഹരണത്തിന് 2.5 എന്ന് പറയുന്ന ആളെ നമുക്ക് ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ ഇൻറ്റിജർ. അതൊരു ഇൻറ്റിജർ അല്ല. കാരണം ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു നമ്പർ മാത്രമേ പാടുള്ളൂ അല്ലേ? ഒരു നമ്പർ മാത്രമേ പാടുള്ളൂ. അതൊരു ഫ്രാക്ഷൻ ആവരുത്, അതൊരു ഡെസിമലും ആകരുത്. അപ്പോൾ ഇവിടെ ഒരു ആഡ് ഓണും കൂടെ ഉണ്ട്. ഇറ്റ് കനോട്ട് ബി എ ഫ്രാക്ഷൻ ഓർ എ ഡെസിമൽ. ഒരു ഫ്രാക്ഷനും ആകാൻ പാടില്ല, ഒരു ഡെസിമലും ആകാൻ പാടില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ഇൻറ്റിജേഴ്സ് എന്താണ്? അതർ ദാൻ ദി നമ്പേഴ്സ്. ഈ പറയുന്ന പോലെ നമ്പേഴ്സ് അല്ലാത്ത ബാക്കിയുള്ള എല്ലാവരെയും നമ്മൾ എന്ത് വിളിക്കും? നോൺ ഇൻറ്റിജേഴ്സ്. അതായത് ഫ്രാക്ഷൻസ് വരും, ഡെസിമൽസ് വരും, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ എവിടെ വരും? നോൺ ഇൻറ്റിജേഴ്സിലേക്ക് വരും. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ റാഷണൽ റിയൽ നമ്പേഴ്സിനെ നമ്മൾ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്താണ്? എനി നമ്പർ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദി ഫോം ഓഫ് P/Q. P/Qയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു നമ്പേഴ്സിനെ നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. അതേസമയം P/Qയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? അതിനെ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. ഇനി റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ഇൻറ്റിജേഴ്സും നോൺ ഇൻറ്റിജേഴ്സും. അപ്പോൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ അല്ലാത്ത നമ്പേഴ്സിനെ നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയും. ഇനി നോൺ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഫ്രാക്ഷൻ ആയിട്ടുള്ളതും അതുപോലെ ഡെസിമൽ ആയിട്ടുള്ള നമ്പേഴ്സിനെ നമ്മൾ നോൺ ഇൻറ്റിജേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇൻറ്റിജേഴ്സ് എന്താണ്? എനി നമ്പർ വിച്ച് ഇസ് നോട്ട് എ ഫ്രാക്ഷൻ ഓർ എ ഡെസിമൽ. നോൺ ഇൻറ്റിജേഴ്സ് എനി നമ്പർ വിച്ച് ഇസ് എ ഫ്രാക്ഷൻ ഓർ എ ഡെസിമൽ. ഓക്കെ, അപ്പോൾ ഇനി ഇൻറ്റിജേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ ഇൻറ്റിജേഴ്സ് എടുത്തപ്പോഴേ നമ്മൾ പറഞ്ഞു, അതായത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സും ഉണ്ട്, നെഗറ്റീവ് ഇൻറ്റിജേഴ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ ഡിവിഷനിൽ കാണിക്കാൻ കഴിയുന്നത്, ഇവിടെ നിങ്ങൾ ഡിവിഷൻ നോക്കുമ്പോൾ ഇവിടെ കാണുന്നത് എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്, വോൾ നമ്പേഴ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റിജേഴ്സിനെ അവർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് നമ്പേഴ്സ്, വോൾ നമ്പേഴ്സ് ആണ്. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് എന്താണ്? അതായത് -1, -2, -3 എക്സെട്ര ടിൽ ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സിനെയാണ് നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. വോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ദ നമ്പർ സ്റ്റാർട്ടിങ് ഫ്രം 0, 1, 2, 3 എക്സെട്ര ടിൽ ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 0 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. ഓക്കെ, അതൊരു പോസിറ്റീവ് നമ്പറും അല്ല, നെഗറ്റീവ് നമ്പറും അല്ല, അതൊരു ന്യൂട്രൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു നമ്പറാണ്. അപ്പോൾ ഇൻറ്റിജേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 0 അതിനകത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവരെങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? വോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. വോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എനി നമ്പർ അതർ ദാൻ നെഗറ്റീവ് നമ്പർ. ഓക്കെ, എനി ഇൻറ്റിജർ അതർ ദാൻ നെഗറ്റീവ് ഇൻറ്റിജർ, അതിനെയാണ് വോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഇൻക്ലൂഡ് 0 ഓൾസോ. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ കുറച്ചും കൂടെ എളുപ്പമായി. അപ്പോൾ ഇൻറ്റിജേഴ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സും പിന്നെ വോൾ നമ്പേഴ്സ്. അപ്പോൾ വോൾ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 0 to ഇൻഫിനിറ്റി. ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ -1 തൊട്ട് ഇൻഫിനിറ്റി വരെ, അതായത് -1, -2, -3 എക്സെട്ര അപ് ടു -ഇൻഫിനിറ്റി. ഓക്കെ, ഇനി വോൾ നമ്പേഴ്സിനെ അവർ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, 0 ആസ് വെൽ ആസ് നാച്ചുറൽ നമ്പേഴ്സ്.
അപ്പോൾ 0 കഴിഞ്ഞിട്ടുള്ള ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. അതായത് നിങ്ങൾ UPSCയിലെ ഈ ചോദ്യങ്ങളിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ ഈ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കീവേഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ എന്താണ് നാച്ചുറൽ നമ്പർ? നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറയും. സോ ദ നമ്പേഴ്സ് ദാറ്റ് വി ക്യാൻ കൗണ്ട്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്പർ 1 2 3 4 5 6 7. സോ വി ക്യാൻ ഈസിലി കൗണ്ട് ഓൾ ദോസ് നമ്പേഴ്സ് ആൻഡ് വി കോൾ ദോസ് നമ്പേഴ്സ് ആസ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അതേസമയം അപ്പോൾ അതിനെയാണ് എണ്ണൽ സംഖ്യകളെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ 0 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ അല്ല. ഓക്കെ, 0 എന്ന് പറയുന്നത് എന്തല്ല, ഒരു നാച്ചുറൽ നമ്പർ അല്ല. എന്തുകൊണ്ടാണ് 0 ഒരു നാച്ചുറൽ നമ്പർ ആകാത്തത്? ബിക്കോസ് വി കനോട്ട് കൗണ്ട് 0. 0യ്ക്ക് വാല്യൂ ഇല്ല. 0യുടെ വാല്യൂ നൾ ആണ്, അല്ലേ? അതായത് 0, ശൂന്യം. ദാറ്റ് ഈസ് ദി വാല്യൂ ഓഫ് 0. അപ്പോൾ 0യ്ക്ക് വാല്യൂലെസ് ആയിട്ടുള്ള ഒരാളാണ് 0. അതുകൊണ്ട് 0യെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് വൈ വി ആർ നോട്ട് കാറ്റഗറൈസിങ് 0 ആസ് എ നാച്ചുറൽ നമ്പർ. ഓക്കെ, പക്ഷേ വോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ദ നാച്ചുറൽ നമ്പർ പ്ലസ് 0, ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് വോൾ നമ്പർ. അതുകൊണ്ടാണ് വോൾ നമ്പേഴ്സിനെ അവർ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഒരെണ്ണം, ഓഫ് കോഴ്സ് വോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 0 ഉണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും. ഓൾ റൈറ്റ്, സോ അപ്പോൾ ഇവിടെ അതിൻ്റെ ഈ പറയുന്ന പോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ടെർമിനോളജീസ് ആണ് കൊടുത്തത്. വി ഓൾറെഡി എക്സ്പ്ലെയിൻഡ് അബൌട്ട് ഇറ്റ്. ഓൾ റൈറ്റ്, ടൈപ്പ് ഓഫ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. വോൾ നമ്പേഴ്സ് ഹിയർ യു ക്യാൻ സീ 0 ഓൾസോ, അല്ലേ? അതായത് മൊത്തം നമ്പേഴ്സ്, വോൾ നമ്പേഴ്സ്, അതായത് എല്ലാ നമ്പേഴ്സും. അപ്പോൾ അതിൽ 0യും കൂടെ വരും. ബിക്കോസ് 0 ഇസ് എ നമ്പർ വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് വിച്ച് ഡസൻ ഹാവ് എനി വാല്യൂ. അപ്പോൾ ഒരു വാല്യൂ ഇല്ലാത്ത നമ്പറാണ് 0. അപ്പോൾ 0 എന്ന് പറയുന്നത് ആ മൊത്തം നമ്പേഴ്സിനെ കൂട്ടുമ്പോൾ 0 വരും. പക്ഷേ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എണ്ണൽ സംഖ്യകളാണ്. ദാറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് നമ്പേഴ്സ് വിച്ച് വി ക്യാൻ കൗണ്ട് ബട്ട് 0 വി കനോട്ട് കൗണ്ട്. ഓക്കെ, ഓൾ റൈറ്റ്. ഇനി ഈ നാച്ചുറൽ നമ്പേഴ്സിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ നമ്പേഴ്സിനെ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? രണ്ടായിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഓഡ് നമ്പറും മറ്റൊന്ന് ഈവൻ നമ്പറും. ഓക്കെ, ആൻഡ് ഐ തിങ്ക് യു നോ അബൌട്ട് ഓഡ് നമ്പേഴ്സ് ആൻഡ് ഈവൻ നമ്പേഴ്സ്, അല്ലേ? ഓഡ് നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾ എന്താണ്? 1 3 5 7 ഇതൊക്കെയാണ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എവറി നമ്പർ വിച്ച് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. 2ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന എല്ലാ നമ്പേഴ്സും ഈവൻ നമ്പേഴ്സ് ആണ്. ആൻഡ് ഓഡ് നമ്പർ വിച്ച് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ദി ഫോം 2n + 1. ആൻഡ് ഈവൻ നമ്പർ എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ദി ഫോം ഓഫ് 2n. ഓക്കെ, ഇവിടെ എനിക്കൊരു ആഡ് ഓൺ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അബൌട്ട് 0. അപ്പോൾ ക്വസ്റ്റ്യനിൽ വളരെയധികം കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ 0 എന്ന് പറയുന്നത് അത് ഈ പറയുന്ന പോലെ ഏത് കൈൻഡ് ഓഫ് നമ്പറാണ്? ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ? അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓഡ് നമ്പർ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈവൻ നമ്പേഴ്സ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ചോദ്യം വായിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ 0 എന്ന് പറയുന്ന ആളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ വേണം. ഓക്കെ, അപ്പോൾ 0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ഈവൻ നമ്പർ. 0യെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് ഒരു ഈവൻ നമ്പറായിട്ടാണ്. 0 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ്. നമുക്കറിയാം 0 ഇറ്റ് ഇസ് നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ് ബട്ട് ഇറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ. ഓക്കെ, 0 എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല, പക്ഷേ 0 എന്താണ്? ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ കൺസിഡർ ദി ഫോളോയിങ്, ഓക്കെ, അതായത് കൺസിഡർ ദി ഫോളോയിങ് വോൾ ഈവൻ നമ്പേഴ്സ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പറയുകയാണ്, കൺസിഡർ ദി ഫോളോയിങ് ഈവൻ വോൾ നമ്പേഴ്സ്. ഈവൻ വോൾ നമ്പേഴ്സ്, കൺസിഡർ ദി ഫോളോയിങ് അല്ലെങ്കിൽ കൺസിഡർ ഓൾ ഈവൻ വോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു കീവേഡാണ് നിങ്ങളുടെ ചോദ്യത്തിൽ ഇരിക്കുന്നിരിക്കട്ടെ. അപ്പോൾ ഈവൻ വോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ദ നമ്പർ ഷുഡ് സ്റ്റാർട്ട് വിത്ത്, നമുക്കറിയാം വോൾ നമ്പേഴ്സ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 0 1 2 3 എന്ന് പറഞ്ഞാൽ പോകുന്നത്. സോ ഈവൻ വോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം 0. ഓക്കെ, 0 2 4 6 8 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതേസമയം ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിലോ, ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ അത് എവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഓഫ് കോഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 2. ഓക്കെ, 2 4 6 8. ഇത് വളരെയധികം ശ്രദ്ധിക്കണം ചോദ്യത്തിൽ. ഇപ്പോൾ കൺസിഡർ ഈവൻ വോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 0യും കൂടെ അതിൽ കൺസിഡർ ചെയ്യണം. കൺസിഡർ ദി സീരീസ് ഓഫ് ഈവൻ വോൾ നമ്പേഴ്സ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ 0 കൺസിഡർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഉത്തരം തെറ്റാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, 0 ഈസ് ആൻ ഈവൻ നമ്പർ ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി കീവേഡ്. അതായത് വോൾ നമ്പേഴ്സ് എന്നാണെങ്കിൽ ദ ഈവൻ നമ്പർ സ്റ്റാർട്ടിങ് വിത്ത് 0. ഓക്കെ, അതുപോലെ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ദി ഈവൻ നമ്പർ സ്റ്റാർട്ട് ഫ്രം 2. ഈ കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സോ 0 അത് നെയ്തർ പോസിറ്റീവാണ് നോർ നെഗറ്റീവാണ് ബട്ട് ഇറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ. ഓക്കെ, ഓൾ റൈറ്റ്. ഇനി ഓഡ് നമ്പേഴ്സ്, എനി നമ്പർ വിച്ച് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ദി ഫോം ഓഫ് 2n + 1, ദാറ്റ് വി കോൾ ഇറ്റ് ആസ് ആൻ ഓഡ് നമ്പർ. എന്നിൻ്റെ വാല്യൂ എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, എന്നിൻ്റെ വാല്യൂ ഈ പറയുന്ന പോലെ 0 1 2 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. എനി വാല്യൂ യു ക്യാൻ ഗിവ് ടു n. ഓക്കെ, സോ ഉദാഹരണത്തിന് 2n + 1-നകത്ത് സപ്പോസ് n is equal to 0. If n is equal to 0, then 2 into 0 plus 1, you will be getting it as 1. So 1 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്, അല്ലേ? Now n is equal to 5. That is 2 into 5 plus 1.
5 2 times it is 10, 10 plus 1 it is 11, 11 is an odd number. Okay, so any number which can be represented in the form of 2n plus 1, that number is an odd number. ഇനി ഈവൻ നമ്പറിൻ്റെ കേസിലാണെങ്കിലോ എനി നമ്പർ വിച്ച് ക്യാൻ ബി റെപ്രസെൻറ്റ് ഇൻ ദി ഫോം ഓഫ് 2n. ഉദാഹരണത്തിന് n is equal to 3, so 3 into 2 it is 6, so 6 is an even number. ഓക്കെ, അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്നൊരു ടോപ്പിക് ഇനി അങ്ങോട്ട് ബേസിക് ന്യൂമറിക്സിൽ നമ്മൾ പഠിക്കും. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്, ഈ ഓഡ് നമ്പേഴ്സിൻ്റെയും ഈവൻ നമ്പേഴ്സിൻ്റെയും. അവിടെ വരുമ്പോൾ കുറച്ചും കൂടെ ഡെപ്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഓക്കെ, ഓൾ റൈറ്റ്. Okay, now we are moving on to another important topic in number system, that is about divisibility condition. ഇപ്പോൾ യു പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ക്വസ്റ്റ്യൻസ് ഹാഡ് ബീൻ ആസ്ക്ഡ് ഫ്രം ദിസ് ടോപ്പിക്. അപ്പോൾ ഇവിടെ തൊട്ട് നമ്മുടെ എക്സാം പെർസ്പെക്റ്റീവിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ്. ഓക്കെ, സോ നമ്മൾ പല ടൈപ്പ് ഓഫ് നമ്പേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദി ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫോർ അവർ എക്സാം, ആൻഡ് ദാറ്റ് ഈസ് ദി ഡിവിസിബിലിറ്റി കണ്ടീഷൻസ്. അപ്പോൾ ഇവിടെ ഓരോ നമ്പേഴ്സിൻ്റെയും ഡിവിസിബിലിറ്റി കണ്ടീഷൻസ് നമ്മൾ മനസ്സിലാക്കും, ആൻഡ് അത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യും. ഓക്കെ, സോ വി നീഡ് ടു നോ വെദർ എ ഗിവൺ നമ്പർ, ഒരു നമ്പർ നോക്കിയിട്ട് ആ നമ്പർ ഏതൊരു നമ്പർ വെച്ച് ഡിവിസിബിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഈ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യന് മാത്രമല്ല, നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന ബേസിക് ന്യൂമറസി ക്വസ്റ്റ്യൻസിൽ വളരെയധികം നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ട് ലാസ്റ്റ് അതിന് ഡിവൈഡഡ് ബൈ 3 ചെയ്യണമെന്ന് വെച്ചോളൂ, ആൻഡ് വി ആർ ഗെറ്റിംഗ് എ വോൾ നമ്പർ ആസ് ദി ആൻസർ. അപ്പോൾ നമുക്കൊരു വോൾ നമ്പർ ആൻസർ ആയിട്ട് കിട്ടണം. അപ്പോൾ ഇഫ് ദാറ്റ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 3, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വോൾ നമ്പർ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അതർവൈസ് വി വിൽ ബി ഗെറ്റിംഗ് എ ഫ്രാക്ഷൻ. അപ്പോൾ അങ്ങനെ ഒരു ലോജിക്കൽ അനാലിസിസിലോട്ട് നമുക്ക് വരുത്താൻ കഴിയും. മേ ബി ആ ഒരു തോട്ട് മതിയാകും നമ്മുടെ ആൻസറിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ആൻസർ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ലാസ്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ 2 ആയിട്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പോൾ 2ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നമ്പർ ആണെങ്കിൽ അല്ലേ, നമുക്കത് ഉടനെ നമുക്ക് ആൻസറായിട്ട് അത് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളവിടെ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട പോലും ആവശ്യമില്ല, 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോലും നോക്കണ്ട, അതിൻ്റെ റിമൈൻഡർ 0 ആണെന്ന് നമ്മൾ ശ്രദ്ധിക്കുകയൊന്നും വേണ്ട. ഓക്കെ, വെദർ ഇഫ് യു ലുക്ക് ഓൺ ടു എ നമ്പർ ആൻഡ് ഇഫ് യു ഐഡൻറ്റിഫൈ ദാറ്റ് ഈ നമ്പറുമായിട്ട് ഡിവിസിബിൾ ആണ്, ദെൻ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ us ടു ഫെച്ച് ആൻസേഴ്സ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഓപ്ഷൻസിൽ നിന്ന് ആൻസർ ഡെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ അതിനാണ് ഈ ഡിവിസിബിലിറ്റി കണ്ടീഷൻ നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഡിവിസിബിലിറ്റി കണ്ടീഷനിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് യു പി എസ് സി ചോദിച്ചിട്ടുണ്ട്, എക്സ്പെഷ്യലി റിലേറ്റഡ് ടു ഡിവിസിബിലിറ്റി കണ്ടീഷൻ ഓഫ് 7ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷനെ റിലേറ്റ് ചെയ്ത് യു പി എസ് സി സ്ഥിരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിവിസിബിലിറ്റി കണ്ടീഷൻ ഓഫ് 7. ഓൾ റൈറ്റ്, അപ്പോൾ നമുക്ക് 7ൻ്റെ മാത്രമല്ല എല്ലാ നമ്പേഴ്സിൻ്റെയും ഡിവിസിബിലിറ്റി കണ്ടീഷൻ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യും. ഓൾ റൈറ്റ്, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദി ഡിവിസിബിലിറ്റി കണ്ടീഷൻസ്. സോ ഡിവിസിബിലിറ്റി കണ്ടീഷൻ എന്താണെന്ന് പഠിക്കണമെങ്കിൽ അതിനു മുമ്പേ ഡിവിസിബിലിറ്റി എന്താണെന്ന് അറിയണം അല്ലേ. എന്താണ് ഡിവിസിബിലിറ്റി? വാട്ട് യു മീൻ ബൈ ഡിവിസിബിൾ? എന്താണ് ഡിവിസിബിൾ എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു നമ്പറിനെ, അതായത് എക്സ് എന്ന് പറയുന്ന ഒരു നമ്പറിനെ ഞാൻ പി വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് റിമൈൻഡർ 0 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് ദിസ് എക്സ് ഈസ് ഈസിലി ഡിവിസിബിൾ ബൈ പി. ഓക്കെ, എക്സ് എന്ന് പറയുന്ന ആളെ പി കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൽ നിന്ന് മറ്റൊരു ഡിഡക്ഷനും കൂടെ ഉണ്ട്. പി എന്ന് പറയുന്നത് എക്സിൻ്റെ ഫാക്ടറാണ്, അതുപോലെ എക്സ് എന്ന് പറയുന്നത് പിയുടെ മൾട്ടിപ്പിളാണ്. ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഓൾറെഡി ഞാനിവിടെ സ്ലൈഡ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആദ്യം ഡിവിസിബിലിറ്റി പഠിച്ചതിന് ശേഷം നമുക്കതിലേക്ക് പോവാം, അതാണ് കുറച്ചും കൂടെ എളുപ്പം. ഓൾ റൈറ്റ്, അപ്പോൾ എന്താണ് ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ആർ ഡിവൈഡിങ് എ നമ്പർ വിത്ത് അനദർ നമ്പർ ആൻഡ് ഇഫ് യു ആർ ഗെറ്റിംഗ് റിമൈൻഡർ 0, then we can say that the first number is easily divisible by second number. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ അല്ലേ, എക്സ് എന്ന് പറയുന്ന ഒരു നമ്പറിനെ നമ്മൾ എന്ത് ചെയ്തു, പി എന്ന് പറയുന്ന ഒരു നമ്പറായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. സോ വെൻ യു ഡിവൈഡിങ് എക്സ് വിത്ത് പി ആൻഡ് ഇഫ് യു ആർ ഗെറ്റിംഗ് ദി റിമൈൻഡർ ആസ് 0, ഐ ക്യാൻ സേ ദാറ്റ് എക്സ് ഈസ് ഈസിലി ഡിവിസിബിൾ ബൈ പി. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ 8 ഈസ് ഡിവൈഡഡ് ബൈ 3. 8നെ 3 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഐ നോ ദാറ്റ് 3 2 times it is 6 and 3 times it is 9. 9 8ൽ നിന്ന് എക്സീഡ് ചെയ്ത് പോയി. ഡിവിഷനൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു അസംഷനിലാണ് ഞാനിതൊക്കെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ആൻഡ് ഐ തിങ്ക് യു ഓൾ നോ ദി ഡിവിഷൻ റൈറ്റ്. ഓൾറെഡി കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഡിവിഷൻ പഠിച്ചിട്ടുണ്ട്.
ഓൾറൈറ്റ്. അപ്പോൾ 8നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഐ നോ ദാറ്റ് 3 2 ടൈംസ് ഇറ്റ് ഈസ് 6 ആൻഡ് റിമൈൻഡർ എത്ര വരും? 8ൽ നിന്ന് 6 പോകുമ്പോൾ ഇറ്റ് വിൽ ബി 2. അപ്പോൾ ഈ കേസിൽ റിമൈൻഡർ 0 അല്ല വരുന്നത്, 2 ആണ്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും 8 ഈസ് നോട്ട് ഈസിലി ഡിവിസിബിൾ ബൈ 3. 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല ബിക്കോസ് വി ആർ ഗെറ്റിംഗ് എ റിമൈൻഡർ. ഓക്കെ, മറിച്ച് 8നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിലോ I know that 2 4 times it is 8, so you are getting the remainder 0. So I can say that 8 is easily divisible by 2. അല്ലെങ്കിൽ 2 8 എന്ന് പറയുന്നത് 2വിൻ്റെ മൾട്ടിപ്പിൾ ആണ്. 2വിനെ എന്തോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 8 കിട്ടുന്നത് അല്ലേ? വേണ്ടേ, ഇവിടെ മൾട്ടിപ്പിളിൻ്റെ ഡെഫിനേഷൻ നോക്കിക്കേ. എ മൾട്ടിപ്പിൾ ഈസ് എ നമ്പർ ദാറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ബൈ അനദർ നമ്പർ വിത്തൗട്ട് എ റിമൈൻഡർ. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾസ് ആർ ദി പ്രോഡക്ട്സ് ഓഫ് എ ഗിവൺ നമ്പർ ആൻഡ് എനി അതർ വോൾ നമ്പർ. അതായത് ഒരു നമ്പറും ഒരു ഗിവൺ നമ്പറും അതുപോലെ വേറൊരു വോൾ നമ്പറും വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ കിട്ടുന്ന പ്രോഡക്റ്റിനാണ് നമ്മൾ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം 4 × 2 ഇറ്റ് ഈസ് 8. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിളാണ് 8, അതുപോലെ തന്നെ 2ൻ്റെ മൾട്ടിപ്പിളുമാണ് 8. ഓക്കെ, അതേസമയം 8നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 4 വെച്ചും 2 വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 8നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 2 ടൈംസ് ഇറ്റ് ഈസ് 8, യു ആർ ഗെറ്റിംഗ് റിമൈൻഡർ 0. സോ 8 ഈസ് ഈസിലി ഡിവിസിബിൾ ബൈ 4. അതുപോലെ തന്നെ 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴും നിങ്ങൾക്ക് 0 കിട്ടി റിമൈൻഡർ. സോ ഐ ക്യാൻ സേ ദാറ്റ് 8 ഈസ് ഈസിലി ഡിവിസിബിൾ ബൈ 2, വിച്ച് ഇംപ്ലൈസ് the numbers 2 and 4 are the factors of 8. അല്ലേ? ഇത് നോക്കിക്കേ, what do you mean by a factor? A factor is a whole number that divides another number exactly. Exactly എന്ന് പറഞ്ഞാൽ you are getting remainder 0, that is leaving no remainder when 2 or more numbers are multiplied together to get a product and each of those numbers is a factor of that product. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് 8 is equal to what? 2 × 4. ഈ 2ഉം 4ഉം എന്താണ്? 8ൻ്റെ ഫാക്ടേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഡിവിസിബിലിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. ഫാക്ടേഴ്സും മൾട്ടിപ്പിൾസിനെയും കുറിച്ച് നമ്മൾ ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി കൺസെപ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾ, ദെൻ ഓൺലി വി വിൽ അണ്ടർസ്റ്റാൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ അവർ ബേസിക് ന്യൂമറസി, ദാറ്റ് ഈസ് LCM ആൻഡ് HCF. ഓക്കെ, അത് വരും ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഹിയർ വി നീഡ് ടു നോ അത് ഈ ഫാക്ടേഴ്സും മൾട്ടിപ്പിൾസ് എന്താണെന്നുള്ളത് തൽക്കാലം നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. എന്നിട്ട് ഇന്ന് തന്നെ നമ്മൾ മീൻസ് അതായത് വേറെ ടോപ്പിക്സിൽ മീൻസ് അതായത് ഫാക്ടേഴ്സിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിക്കും. ബട്ട് ബിഫോർ ദാറ്റ് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ നിങ്ങൾ ബിൽഡ് ചെയ്ത് വെക്കുക ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ ബൈ ദി കൺസെപ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി. അപ്പോൾ ഡിവിസിബിലിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. യു നീഡ് ടു ഗെറ്റ് ദി റിമൈൻഡർ 0. 0 എന്ന് പറയുന്ന റിമൈൻഡർ നിങ്ങൾക്ക് കിട്ടണം when you divide one number with another number. Then we can say that the first number is divisible by the second number. അപ്പോൾ നമുക്ക് ഒരു നമ്പർ മറ്റൊരു നമ്പറുമായിട്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു അല്ലേ? 8നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലായത് 4 2 times it is 8, so we are getting remainder 0. പക്ഷേ ഈ ഡിവിസിബിലിറ്റി കണ്ടീഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട? നിങ്ങൾക്കിങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്പർ, check whether 7248 is divisible by 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ 7248നെ എന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണ്ട? നമുക്ക് ഈ പറയുന്ന പോലെ ഡിവൈഡ് ചെയ്തൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അൺലെസ് യു നോ ദി ഡിവിസിബിലിറ്റി കണ്ടീഷൻ. നിങ്ങൾക്ക് ഈ കണ്ടീഷൻ അറിയാമെങ്കിൽ ആ കണ്ടീഷൻ ഈ നമ്പർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന നമ്പറുമായിട്ട് എന്താണ്? ദ നമ്പർ ഈസ് ഡിവിസിബിൾ. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ ഈ നമ്പേഴ്സിൻ്റെ അതായത് 2 തൊട്ട് 11 വരെയുള്ള നമ്പേഴ്സുണ്ട്. UPSC പെർസ്പെക്റ്റീവിൽ ഇത്രയും നമ്പേഴ്സിൻ്റെത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ബാക്കിയുള്ള നമ്പേഴ്സിനെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, അത് എങ്ങനെയാണ് ഡിവിസിബിലിറ്റി കണ്ടീഷൻ എന്നുള്ളത്. ആൻഡ് ഇറ്റ്സ് പ്യുവർ ലോജിക്. അത് ആ ഒരു ടൈം എത്തുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ വളരെ ബേസിക് ആയിട്ട് ഇത്രയും അറിയാമെങ്കിൽ 2 തൊട്ട് 11 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ബാക്കിയുള്ള ഏത് നമ്പേഴ്സിൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷനും പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് 2. 2 എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് us ചെക്ക് ദി ഡിവിസിബിലിറ്റി കണ്ടീഷൻ ഓഫ് 2. ഓക്കെ, 2ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ എന്താണ്? വളരെ വളരെ സിമ്പിളാണ് അല്ലേ? നമുക്ക് പ്രോബ്ലം ചെയ്ത് പോലും നോക്കണ്ട. എനി നമ്പർ ദാറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ ഓർ എൻഡിങ് വിത്ത് 0. ഏതൊരു നമ്പറും 1 0 ആയിട്ടോ അല്ലെങ്കിൽ ഈവൻ നമ്പർ, ഒരു നമ്പർ 0യിൽ എൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ നമ്പർ ഈവൻ ആണെങ്കിൽ ഓഫ് കോഴ്സ് ദാറ്റ് നമ്പർ വിൽ ബി ഡിവിസിബിൾ ബൈ 2. ഉദാഹരണത്തിന് 52 എന്ന് പറഞ്ഞത് ഒരു ഈവൻ നമ്പറാണ് അല്ലേ? ബിക്കോസ് ദ നമ്പർ ഈസ് എൻഡിങ് വിത്ത് 2. എങ്ങനെയാണ് ഈവൻ നമ്പറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചു 2n എന്ന് പറയുന്ന ഏതൊരു ഫോമിലുള്ള നമ്പറും ഒരു ഈവൻ നമ്പർ ആണെന്ന് നമ്മൾ പഠിച്ചു.
ഓക്കെ, പക്ഷേ അങ്ങനെയല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും ഒരു നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ, ഇതിനെയാണ് നമ്മൾ യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. എഗെയിൻ ആ പ്ലേസിൻ്റെ പൊസിഷൻ, നമ്പേഴ്സിൻ്റെ പൊസിഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണത്തിന് 52, ഇതിനെ നമ്മൾ ഈ 2 എന്ന് പറയുന്നത് യൂണിറ്റ് പ്ലേസും അതുപോലെ 5 എന്ന് പറയുന്നത് എന്താണ്, ടെൻസ് പ്ലേസ്, യൂണിറ്റ് പ്ലേസ് അല്ലെങ്കിൽ വൺസ് പ്ലേസ് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ഇതേണ്ടേ 125, ഇവിടെ 5 എന്ന് പറയുന്നത് വൺസ് പ്ലേസ്, 2 എന്ന് പറയുന്നത് ടെൻസ് പ്ലേസ് ആൻഡ് 1 എന്ന് പറയുന്നത് ഹൺഡ്രഡ്സ് പ്ലേസ്. അപ്പോൾ റൈറ്റിൽ നിന്നാണ് നമ്മൾ പ്ലേസസ് നോക്കുന്നത്. ഓക്കെ, വേണ്ടേ ഈ നമ്പർ നോക്കിക്കേ, 1235. സോ ഹിയർ 5 എന്ന് പറയുന്നത് വൺസ് പ്ലേസ്, 3 അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസ് എന്ന് വിളിക്കും, 3 എന്ന് പറയുന്നത് ടെൻസ് പ്ലേസ്, 2 എന്ന് പറയുന്നത് ഹൺഡ്രഡ്സ് പ്ലേസ്, 1 എന്ന് പറയുന്നത് 1000 പ്ലേസ്. അപ്പോൾ ഇതിനെ നമ്മൾ പ്ലേസ് വാല്യൂസ് എന്ന് പറയും. എന്ത് പറയും? പ്ലേസ് വാല്യൂസ്. ഇത് വൺസ്, ഇത് ടെൻസ്, ഇത് ഹൺഡ്രഡ്സ്, ഇത് തൗസൻഡ്സ്. അപ്പോൾ ഇതെങ്ങനെ വരുന്നതെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് 1235 എങ്ങനെയാണ് ആ വാല്യൂവിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് 1000 പ്ലസ് 200 പ്ലസ് 30 പ്ലസ് 5 അല്ലേ? അതായത് 1 ഇൻറ്റു 1000 പ്ലസ് 2 ഇൻറ്റു 100 പ്ലസ് 3 ഇൻറ്റു 10 പ്ലസ് 5 ഇൻറ്റു 1. ഹോൾഡ് ഓൺ 1 സെക്കൻഡ് പ്ലീസ്. ഓക്കെ, ഒന്നും കൂടെ എഴുതാം. ഓക്കെ, 1235 അല്ലേ? അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതുന്നത്? 1 ഇൻറ്റു 1000 പ്ലസ് 2 ഇൻറ്റു 100 പ്ലസ് 3 ഇൻറ്റു 10 പ്ലസ് 5 ഇൻറ്റു 1. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, 1 ഇൻറ്റു 100 അതായത് 1 എന്ന് പറയുന്ന നമ്പർ. സോ 1ൻ്റെ പ്ലേസ് എന്താണ്? 1000 പ്ലേസ്. 2 ഇൻറ്റു 100, സോ 2ൻ്റെ പ്ലേസ് എന്താണ്? 100th പ്ലേസ്. 3 ഇൻറ്റു 10, 3ൻ്റെ പ്ലേസ് എന്താണ്? 10th പ്ലേസ്. ആൻഡ് 5 ഇൻറ്റു 1, 5ൻ്റെ പ്ലേസ് എന്താണ്? വൺസ് പ്ലേസ് അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. ഇതാണ് പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. പ്ലേസ് വാല്യൂ, ആ നമ്പറിൻ്റെ പൊസിഷൻ ഒരു വാല്യൂ ഉണ്ട്. 1 ഇരിക്കുന്നതിൻ്റെ പൊസിഷൻ്റെ വാല്യൂ 1000 ആണ്, 2 ഇരിക്കുന്നതിൻ്റെ പൊസിഷൻ്റെ വാല്യൂ 100 ആണ്, 3ൻ്റെത് 10 ആൻഡ് 5ൻ്റെത് 1. അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു നമ്പർ ഫോം ചെയ്യുന്നത്. അതുപോലെ ഏതൊരു വോൾ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ പ്ലേസ് വാല്യൂസിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ ഡെസിമൽസിനും ഉണ്ട് ഈ പ്ലേസ് വാല്യൂസ്. ഓക്കെ, നിങ്ങൾ തൽക്കാലം ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ യൂണിറ്റ് പ്ലേസ് എന്നൊക്കെ നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ കാണാൻ കഴിയും. ഇനി നമ്മൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ, അതായത് വാട്ട് വിൽ ബി ദി നമ്പർ ഇൻ ദി യൂണിറ്റ് പ്ലേസ്, വാട്ട് വിൽ ബി ദി നമ്പർ ഇൻ ദി ടെൻസ് പ്ലേസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അത് ആ നമ്പറിൻ്റെ പൊസിഷൻ ഏതാണെന്നുള്ളത് അല്ലേ. ടെൻസ് പ്ലേസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? വേണ്ടേ, ഇത് ഒരു 4 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ ഫസ്റ്റ്, അതായത് റൈറ്റിൽ, എക്സ്ട്രീം റൈറ്റിൽ കിടക്കുന്നതാണ് വൺസ് പ്ലേസ്. റൈറ്റിൽ നിന്ന് രണ്ടാമത് ടെൻസ്, റൈറ്റിൽ നിന്ന് മൂന്നാമത് ഹൺഡ്രഡ്സ് ആൻഡ് റൈറ്റിൽ നിന്ന് നാലാമത് തൗസൻഡ്സ് പ്ലേസ്. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓക്കെ, നൗ കമ്മിങ് ഓൺ ടു ദി ഡിവിസിബിലിറ്റി കണ്ടീഷൻ. അപ്പോൾ 2ൻ്റെ കേസിൽ എങ്ങനത്താണ്? എനി നമ്പർ എൻഡ് വിത്ത് 0 ഓർ ആൻ ഈവൻ നമ്പർ. 0 അല്ലെങ്കിൽ ഒരു ഈവൻ നമ്പറിൽ എൻഡ് ചെയ്യുന്ന ഏതൊരു നമ്പറും 0 ആയിരിക്കണം, അല്ലെങ്കിൽ അതൊരു ഈവൻ നമ്പർ ആയിരിക്കണം. അങ്ങനെയുള്ള നമ്പർ ദാറ്റ് വിൽ ബി ഈസിലി ഡിവിസിബിൾ ബൈ 2. നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ ഇറ്റ് ഇസ് 52. സോ 2 എന്ന് പറയുന്ന ആൾ അല്ലേ, 2 എന്ന് പറയുന്ന ഈ 52 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ അതെങ്ങനെയാണ് മനസ്സിലായത്? ഈവൻ നമ്പർ, ദ നമ്പർ ഈസ് എൻഡിങ് വിത്ത് 2. അതല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 2ൻ്റെ മൾട്ടിപ്പിൾസിൽ എൻഡ് ചെയ്യുന്ന ഏതൊരു നമ്പറും അതൊരു ഈവൻ നമ്പറാണ് അല്ലേ. ഉദാഹരണത്തിന് 136, സോ ദ നമ്പർ ഈസ് എൻഡിങ് വിത്ത് 6, 6 ഈസ് ആൻ ഈവൻ നമ്പർ. 178, the number is an even number because it is ending with 8, which is again an even number. 10,345, ഇത് ഈവൻ നമ്പർ ആണോ? അല്ല, ബിക്കോസ് ദ നമ്പർ ഈസ് എൻഡിങ് വിത്ത് ആൻ ഓഡ് നമ്പർ. അപ്പോൾ ഇതൊരു ഓഡ് നമ്പറാണ്. ആൻഡ് 12,350, so here the number is ending with 0. yes, correct, അതൊരു ഈവൻ നമ്പറാണ്. ഇഫ് ദ നമ്പർ ഇസ് 0, 0യിൽ എൻഡ് ചെയ്യുന്നു, നമുക്കറിയാം 0 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ് അല്ലേ. അപ്പോൾ 0 അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സിൽ എൻഡ് ചെയ്യുന്ന, ഈവൻ ഡിജിറ്റിൽ എൻഡ് ചെയ്യുന്ന ഏതൊരു നമ്പറും ഈ പറയുന്ന പോലെ എന്താണ്? അതൊരു ഈവൻ നമ്പറാണ്. സോ ദാറ്റ് വിൽ ബി ഈസിലി ഡിവിസിബിൾ ബൈ 2. അതാണ് 2ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ. വളരെ എളുപ്പമാണ്, നമുക്ക് ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ബട്ട് ബാക്കിയുള്ള നമ്പേഴ്സ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് 3 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ ആണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് 3 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ ചർച്ച ചെയ്യാം. ഓക്കെ, സോ 3ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ എന്താണ്?
ദ സം ഓഫ് നമ്പേഴ്സ് ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 3. വേറൊന്നുമല്ല, 3ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ എത്രയേ ഉള്ളൂ? ഒരു നമ്പർ നിങ്ങൾക്ക് തന്നിരിക്കുക, ആ നമ്പറിൻ്റെ ഇൻഡിവിജ്വൽ ഡിജിറ്റ്സിൻ്റെ സം എന്തായിരിക്കണം? ദാറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 3. ഉദാഹരണത്തിന് 225, 225. ഓക്കെ, ഞാനതൊന്ന് ക്ലിയർ ചെയ്യട്ടെ കുറച്ച്. ഓക്കെ, 225, 225, 225. 225 എന്ന് പറയുന്ന നമ്പർ അത് 3യുമായിട്ട് ഡിവിസിബിൾ ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? അതായത് ഇത്രയും ഉള്ളൂ, ഇതിൽ ഇൻഡിവിജ്വൽ ഡിജിറ്റ്സ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഏതൊക്കെയാണ് ഇൻഡിവിജ്വൽ ഡിജിറ്റ്സ്? 2, 2, 5. ആൻഡ് യു ജസ്റ്റ് ആഡ് ദി നമ്പേഴ്സ്. ഈ നമ്പേഴ്സ്, ഈ ഇൻഡിവിജ്വൽ ഡിജിറ്റ്സ് നിങ്ങൾ ആഡ് ചെയ്യുക. ആൻഡ് യു വിൽ ഗെറ്റ് ആൻ ആൻസർ അല്ലേ? ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടൻറ്റ് വാല്യൂ ഉണ്ടായിരിക്കും. എന്തായിരിക്കും വാല്യൂ? 2 + 2 it is 4, 4 + 5 it is 9. And if the resultant is divisible by 3, then I can say that this 225 is also divisible by 3. ഇതാണ് 3യുടെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ. അപ്പോൾ തന്നിരിക്കുന്ന നമ്പേഴ്സ് എന്താണെന്ന് നോക്കുക, എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? അതിനെ ഈ പറയുന്ന പോലെ ഇൻഡിവിജ്വൽ ഡിജിറ്റ്സ് ആയിട്ട് അല്ലേ, അതിനെ ഇൻഡിവിജ്വൽ ഡിജിറ്റ്സ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം, എന്നിട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന റിസൾട്ടൻറ്റ് 3യുമായിട്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? 9 ആണ്. സോ ദാറ്റ് നമ്പർ 9 എന്ന് പറയുന്നത് 3യുമായിട്ട് ഡിവിസിബിൾ ആണ്. സോ ഐ ക്യാൻ സേ ദാറ്റ് 225 ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 3 അല്ലേ? 225 ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 3. ഇനി മറ്റൊരു എക്സാമ്പിൾ, 3375. ഇത് ഡിവിസിബിൾ ആണോ 3യുമായിട്ട്? ലെറ്റ് us check. സോ ഹിയർ 4 ഡിജിറ്റുള്ള ഒരു 4 ഡിജിറ്റ് നമ്പറാണ്. സോ ആ 4 ഡിജിറ്റ്സ് നിങ്ങൾ അങ്ങോട്ട് എഴുതുക. ദെൻ യു ജസ്റ്റ് ആഡ് ഇറ്റ്. You know that 3 + 7 it is 10, 10 + 3 it is 13, 13 + 5 it is 18. So the resultant is 18 and this 18 is easily divisible by 3 അല്ലേ? 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന ഒരാളാണ് 18. സോ 18നെ ഈ പറയുന്ന പോലെ 3 കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ 0 കിട്ടും 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. സോ ഐ ക്യാൻ സേ ദാറ്റ് ദിസ് 3375 is divisible by 3. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ, 2145. ഇത് ഡിവിസിബിൾ ആണോ? നമുക്ക് നോക്കാം. 2 + 1 + 4 + 5. സോ 2 + 1 it is 3 അല്ലേ? 2 + 1 it is 3 and 3 + 5 it is 8, 8 + 4 it is 12, 12. 12 എന്ന് പറയുന്നത് ആരുമായിട്ട് ഡിവിസിബിൾ ആണ്? 3യുമായിട്ട് ഡിവിസിബിൾ ആണ്. സോ ഐ ക്യാൻ സേ ദാറ്റ് 2145 is also divisible by 3. And what about 2142? 2142 divisible ആണോ? We know that 4 + 2 it is 6 അല്ലേ? And 6 + 2 it is 8, 8 + 1 it is 9. Again you are getting the resultant as 9. ഇൻഡിവിജ്വൽ ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 9 കിട്ടുന്നത്. സോ 9 is also a multiple of 3, അല്ലെങ്കിൽ 9 എന്ന് പറയുന്നയാൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. സോ ഐ ക്യാൻ സേ ദാറ്റ് 2142 is also divisible by 3. അപ്പോൾ 3ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ എന്താണ്? അതായത് ഏതൊരു നമ്പറും, ഒരു നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ആ നമ്പറിൻ്റെ ഇൻഡിവിജ്വൽ ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു റിസൾട്ടൻറ്റ് വാല്യൂ കിട്ടുന്നു. ഇഫ് ദാറ്റ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 3, then I can say that if that number is divisible by 3, then I can say that the original number is also divisible by 3. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഐ ഹാഡ് ഗിവൻ സർട്ടൻ ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. UPSCൻ്റെ പെർസ്പെക്റ്റീവിൽ UPSC ചോദിക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ ചോദ്യം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ UPSC ഒരിക്കലും ഒരു നമ്പർ തന്നിട്ട് അത് 3യുമായിട്ട് ഡിവിസിബിൾ ആണോ എന്നൊന്നും ചോദിക്കത്തില്ല. അവർ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും: ഫൈൻഡ് ദി പോസിബിൾ വാല്യൂ ഓഫ് P ഫ്രം ദി ഓപ്ഷൻസ് ഇൻ ദി നാച്ചുറൽ നമ്പർ 165P9 when the number is divisible by 3. എന്താ ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? അതായത് ഒരു നമ്പറുണ്ട്. ഏതാ നമ്പർ? 165. സോ ദി നമ്പർ ഇസ് 165. The number is 165P9. നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഈ Pയുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ഇഫ് ദി ഗിവൺ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 3. അവർ പറഞ്ഞിട്ടുണ്ട് 165P9 എന്ന് പറയുന്ന ആ ഒരു 5 ഡിജിറ്റ് നമ്പർ ഈ പറയുന്ന പോലെ 3യുമായിട്ട് ഡിവിസിബിൾ ആണ്. സോ വി നീഡ് ടു ഫൈൻഡ് ദി വാല്യൂ ഓഫ് P. അപ്പോൾ Pയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വളരെ ഈസിയാണ്. യു ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ദസ് ഡിവിസിബിലിറ്റി കണ്ടീഷൻ ഓഫ് 3. 3ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടും അല്ലേ? നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. സോ എങ്ങനെയാണ് 3ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ? ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു ആഡ് ദി ഇൻഡിവിജ്വൽ ഡിജിറ്റ്സ്. ദാറ്റ് ഈസ് 1 + 6 + 5 + P + 9.
ആൻഡ് ദേ ആർ ഓൾറെഡി സെയിങ് ദാറ്റ് ഇറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 3. അപ്പോൾ ഇവിടെ കിട്ടുന്ന റിസൾട്ടൻ്റ് എന്തായിരിക്കണം? 3യുമായിട്ട് ഡിവിസിബിൾ ആയിരിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ആഡ് ചെയ്യാം. വി നോ ദാറ്റ് 1 + 6 ഇറ്റ് ഇസ് 7 അല്ലേ? സോ ഓക്കെ, 1 അതായത് 6 + 5 ഇറ്റ് ഇസ് 11, 11 + 1 ഇറ്റ് ഇസ് 12, 12 + 9 ഇറ്റ് ഇസ് 21. അപ്പോൾ 21 + p എന്ന് വരും അല്ലേ? അതായത് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 21 + p. അപ്പോൾ ലോജിക്ക് മനസ്സിലാക്കിക്കൊള്ളുക, 21 + p ആണ് നമുക്ക് റിസൾട്ടൻ്റ് കിട്ടുന്നത് അല്ലേ? സോ ആ പിയുടെ വാല്യൂ എന്താണെന്നാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് അല്ലേ? ക്വസ്റ്റ്യനിൽ എന്താണ്? വി നീഡ് ടു ഫൈൻഡ് ദി വാല്യൂ ഓഫ് പി ഇഫ് ദ ഗിവൺ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 3. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 21 + p എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഈ പിയുടെ വാല്യൂ ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് അല്ലേ നമുക്ക് എന്ത് കിട്ടണം? ഈ പിയുടെ വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ ആ 21 + ആ വാല്യൂ ആഡ് ചെയ്ത് കിട്ടുന്നത് എന്തായിരിക്കണം? ദാറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 3. എന്നാലേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? ഈ പറയുന്ന നമ്പർ 3യുമായിട്ട് ഡിവിസിബിൾ ആണെന്നുള്ളത് അല്ലേ? ദാറ്റ് മീൻസ് ദിസ് 21 + p, ഈ 21 + pയിൽ ഈ പിയുടെ വാല്യൂ നിങ്ങൾ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? അതായത് ഈ 21 + ആ പിയുടെ വാല്യൂ കിട്ടുന്നത് എന്താണോ അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടണം? ദാറ്റ് നമ്പർ ഷുഡ് ബി ഡിവിസിബിൾ ബൈ 3. അപ്പോൾ അങ്ങനെ ഏത് പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, 2. സോ വി നോ ദാറ്റ് 21 + 2 വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട്? 23. അപ്പോൾ 23 എന്ന് പറയുന്നത് എന്താണ്? 23 എന്ന് പറയുന്നത് എന്തല്ല? 3യുമായിട്ട് ഡിവിസിബിൾ അല്ല. 23 എന്ന് പറയുമ്പോൾ 3യുമായിട്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പർ അല്ല. 23 ഈസ് എ പ്രൈം നമ്പർ. പ്രൈം നമ്പർ എന്താണെന്നുള്ളത് നമ്മൾ ഉടനെ ചർച്ച ചെയ്യുന്നതായിരിക്കും. പക്ഷേ 23 ഈ പറയുന്ന പോലെ 3യുമായിട്ട് ഡിവിസിബിൾ അല്ല അല്ലേ? ഇനി അടുത്തത് 4. 21 + 4 യു ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് 25. അപ്പോൾ 25 എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ പിയുമായിട്ട് ഡിവിസിബിൾ ആണോ? അല്ല. 25 എന്ന് പറഞ്ഞത് 3യുമായിട്ട് ഡിവിസിബിൾ അല്ല. സോ 4ഉം അല്ല ഓപ്ഷൻ അല്ലേ? 2ഉം 4ഉം അല്ല. വാട്ട് അബൌട്ട് 6? 21 + 6 when p is equal to 6. 21 + 6 you are getting it as 27. We know that 27 is divisible by 3. 27 എന്ന് പറഞ്ഞാൽ 3ഉമായിട്ട് ഡിവിസിബിൾ ആണ്. ഓക്കെ, സോ പിക്ക് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് 27 കിട്ടി. അതായത് 21 + വിയുടെ വാല്യൂ എന്ത് കിട്ടി? 27 കിട്ടി. ആൻഡ് അതാണ് പിയുടെ വാല്യൂ. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി സെയിങ് ദാറ്റ് 165p9 is divisible by 3. ദാറ്റ് മീൻസ് ഇൻഡിവിജ്വൽ ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 3യുമായിട്ട് ഡിവിസിബിൾ ആയിരിക്കണം. ആൻഡ് വെൻ വി സബ്സ്റ്റിറ്റ്യൂട്ട് ദി വാല്യൂ ഓഫ് പി ആസ് 6 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 27 എന്ന് കിട്ടി. ആ 27 എന്ന് പറയുന്നത് ആരുമായിട്ട് ഡിവിസിബിൾ ആണ്? 3യുമായിട്ട് ഡിവിസിബിൾ ആണ്. വിച്ച് ഇംപ്ലൈസ് ദ വാല്യൂ ഓഫ് പി എസ് 6. അപ്പോൾ പിയുടെ വാല്യൂ എന്താണ്? 6 ആണ്, 6 ആണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റി. ബിക്കോസ് വി നോ ദാറ്റ് വി നോ ദി ഡിവിസിബിലിറ്റി കണ്ടീഷൻ ഓഫ് 3. 3യുടെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റി? ഉത്തരം കണ്ടെത്താൻ പറ്റി. അതുപോലെ വേണ്ട ഈ ഒരു ചോദ്യം നോക്കിക്കേ. ഫൈൻഡ് ദി പോസിബിൾ വാല്യൂ ഓഫ് പി ഇൻ ദി നാച്ചുറൽ നമ്പർ 213p3. 213p3 if the number is divisible by 3. അല്ലേ? നേരത്തെ പോലെ തന്നെ നമുക്കിവിടെ ചെയ്ത് നോക്കാം. So first of all we need to add the individual digits. 2 + 1 + 3 + p + 3. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 + 3 it is 6, 6 + 1 it is 7, 7 + 2 it is 9, 9 + p എന്ന് വരും. Now let us substitute the individual values. അപ്പോൾ ഫസ്റ്റ് പിക്ക് എന്താണ്? 0 കൊടുക്കുക. We know that 9 + 0 which is equal to 9, that 9 is divisible by 3. അപ്പോൾ പിയുടെ വാല്യൂ എന്ത് വരും? പിയുടെ വാല്യൂ 0 വരും. കാരണം പിയുടെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? ഈ പറയുന്ന പോലെ 9യുമായിട്ട് ഡിവിസിബിൾ ആണ്. പിയുടെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് 9 കിട്ടി. ആ 9 എന്താണ്? 3യുമായിട്ട് ഡിവിസിബിൾ ആണ് എന്ന് നമുക്കറിയാം. സോ വി ക്യാൻ സേ ദാറ്റ് പിയുടെ വാല്യൂ എന്താണ്? 0 ആണ്. പിയുടെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ വി സാറ്റിസ്ഫൈഡ് ദി കണ്ടീഷൻ ഫോർ ദി ഡിവിസിബിലിറ്റി കണ്ടീഷൻ ഓഫ് 3 അല്ലേ? ഇനി വെറുതെ നമുക്ക് ബാക്കി വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. വി നോ ദാറ്റ് 9 + 2 ഇറ്റ് ഇസ് 11. 11 3ആയിട്ട് ഡിവിസിബിൾ ആണോ? അല്ല. അപ്പോൾ 2 അല്ല. വാട്ട് അബൌട്ട് 5? 9 + 5. ഓക്കെ, 9 + 1 ഇറ്റ് ഇസ് 10. 10 + 4 ഇറ്റ് ഇസ് 14. 14 3ആയിട്ട് ഡിവിസിബിൾ ആണോ? അല്ല. സോ 5 അല്ല. ദെൻ 9 + 1 ഇറ്റ് ഇസ് 10. മൂന്നാമത്തെ ഓപ്ഷൻ. 10 3ആയിട്ട് ഡിവിസിബിൾ ആണോ? അല്ല. അപ്പോൾ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ വിച്ച് ഇസ് 0. ഓൾ റൈറ്റ്. ഇനി നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ഡിവിസിബിലിറ്റി കണ്ടീഷൻ ഓഫ് 4. 4ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതേണ്ടേ ഇവിടെ നോക്കിക്കേ. 4ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ എന്താണ്? ദ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ആർ ഡിവിസിബിൾ ബൈ 4. അതായത് നിങ്ങൾക്കൊരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ
ആ നമ്പറിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്തായിരിക്കണം? ആ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഇറ്റ് ഷുഡ് ബി ജസ്റ്റ് ഡിവിസിബിൾ ബൈ 4. 4ഉമായിട്ട് ഡിവിസിബിൾ ആയിരിക്കണം. അത്രയേ ഉള്ളൂ അതിൻ്റെ കണ്ടീഷൻ. ഓക്കെ, വെൻ എ നമ്പർ ഇസ് ഗിവൺ, ഒരു നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്തായിരിക്കണം? 4ഉമായിട്ട് ഡിവിസിബിൾ ആയിരിക്കണം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഉദാഹരണത്തിന് 284 284 284 എന്ന് പറഞ്ഞ നമ്പർ. നമ്മൾ 4ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, 284 284 ഇത് 4ഉമായിട്ട് ഡിവിസിബിൾ ആണോ? എങ്ങനെയാണ് 4ഉമായിട്ട് ഡിവിസിബിൾ ആണോ എന്ന് മനസ്സിലാക്കുന്നത്? വി നീഡ് ടു ചെക്ക് ദി ലാസ്റ്റ് 2 ഡിജിറ്റ്സ്. ലാസ്റ്റ് 2 ഡിജിറ്റ് 284ൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് ഏതാണ്? 84. ഈ 84 4ഉമായിട്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് 284 ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 4. ഓക്കെ, 84 4ഉമായിട്ട് ഡിവിസിബിൾ ആണോ? 84നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 84നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഇഫ് യു ആർ ഡിവൈഡിങ് വിത്ത് 84നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 2 times it is 8 അല്ലേ? യു ആർ ഗെറ്റിംഗ് റിമൈൻഡർ 0 ആൻഡ് 4 താഴേക്ക് എഴുതി. 4 1 times it is 4, യു ആർ ഗെറ്റിംഗ് 0. കണ്ടോ, 0 റിമൈൻഡർ കിട്ടി. 4 21 തവണയാണ് 84 ആൻഡ് യു ഗോട്ട് ഇറ്റ് ആസ് റിമൈൻഡർ 0. അപ്പോൾ 84 എന്നുള്ളത് 4ഉമായിട്ട് ഡിവിസിബിൾ ആണ്. സോ ഐ ക്യാൻ സേ ദാറ്റ് ദിസ് 284 is divisible by 4. ഇനി മറ്റൊരു എക്സാമ്പിൾ. ഓക്കെ, ഉദാഹരണത്തിന് 2556. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ഡിവിസിബിലിറ്റി കണ്ടീഷൻ, ദ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് അല്ലേ? 4ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ എന്താണ്? ദ ലാസ്റ്റ് 2 ഡിജിറ്റ് ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 4. ലാസ്റ്റ് 2 ഡിജിറ്റ് എന്തായിരിക്കണം? 4ഉമായിട്ട് ഡിവിസിബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 56 ആണ്. ഈ 56 നമുക്ക് 4ഉമായിട്ട് ഡിവിസിബിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സോ 56നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 1 times it is 4 and 4 times it is 16. So you are getting remainder 0. So I can say that 56 is divisible by 4. So 2556 is also divisible by 4. അല്ലേ? വളരെ സിമ്പിളാണ് ഡിവിസിബിലിറ്റി കണ്ടീഷൻ ഓഫ് 4. എത്ര വലിയ നമ്പർ ആണെങ്കിലും നിങ്ങൾ ആ ലാസ്റ്റ് 2 ഡിജിറ്റ് വേണ്ടേ? ഉദാഹരണത്തിന് 12,324. അപ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്താണ്? 24. 4ൻ്റെ ടേബിളിൽ വരുന്നതാണ് അല്ലേ? 5 4 times it is 20. 4 6 times it is 24. അപ്പോൾ 24 എന്ന് പറഞ്ഞത് 4ൻ്റെ ടേബിളിൽ വരുന്ന ഒരാളാണ്. സോ ഐ ക്യാൻ സേ ദാറ്റ് 12,324 is divisible by 4 അല്ലേ? വളരെ എളുപ്പമുള്ള ഒരു കൺസെപ്റ്റാണ്. Okay, now we are going to discuss about the divisibility condition of 4. അപ്പോൾ നമ്മൾ ഡിവിസിബിലിറ്റി കണ്ടീഷൻ ഓഫ് 4ൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു. നൗ ലെറ്റ്സ് സോൾവ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നേരത്തെ പോലെ അതേപോലുള്ള ചോദ്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, UPSC ഒരിക്കലും തന്നിരിക്കുന്ന നമ്പർ 4ഉമായിട്ട് ഡിവിസിബിൾ ആണോ അങ്ങനെ ഒന്നും ചോദിക്കില്ല. വി നീഡ് ടു ഒരു നമ്പർ മിസ്സിംഗ് ആയിരിക്കും, ഒരു ഡിജിറ്റ് മിസ്സിംഗ് ആയിരിക്കും. വി നീഡ് ടു ഐഡൻറ്റിഫൈ ദാറ്റ് ഡിജിറ്റ് ജസ്റ്റ് ലൈക്ക് വാട്ട് വി ഹാവ് ഡൺ ഇൻ കേസ് ഓഫ് divisibility condition of 3. So അതുപോലെയാണ് divisibility condition of 4ലെ ചോദ്യങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. So the question is, find the possible value of p in the natural number 312p when the number is divisible by 4. അപ്പോൾ 312p, so this is actually the number and the number is divisible by 4. ഇത് 4ഉമായിട്ട് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. So we need to find the value for p. അപ്പോൾ pക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ഏതാണ്? It's very simple, right? ഓപ്ഷനിൽ നിന്ന് ഓരോ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. First of all, p is equal to 0. So the number changed to 3120, and we already know that the divisibility condition of 4 is, if you look onto the last 2 digits, that digit should be divisible by 4. That 2 number, if you look onto the last 2 digit number, that number should be divisible by 4. അപ്പോൾ നിങ്ങൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ the value it will be 3120. So 20 is already a number which is divisible by 4. So I can say that 3120 is also divisible by 4. അപ്പോൾ പിയുടെ വാല്യൂ എന്താണ്? പിയുടെ വാല്യൂ 0 വരും. ബാക്കി നമ്പേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4ഉമായിട്ട് ഡിവിസിബിൾ അല്ല അല്ലേ? 21 വരും, 22, 23 ഈ 3 നമ്പേഴ്സും 4ഉമായിട്ട് ഡിവിസിബിൾ അല്ല. സോ ദി പോസിബിൾ വാല്യൂ ഇസ് 0. ആൻഡ്
Now let's move to the second question. Find the possible value of p in the natural number 137p8 when the number is divisible by 4. So 137p8. So the last two digit it is p8. അപ്പോൾ പിക്ക് ഏത് വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ when you substitute 1, then the last two digit number becomes 18. 18 is not divisible by 4. When you substitute 28, when you substitute p is equal to 2, then you will be getting it as 28. 28 എന്ന് പറയുമ്പോൾ it is a multiple of 4 അല്ലേ? 4 ആയിട്ട് ഡിവിസിബിൾ ആണ് 28. So we can say that the given number is 2. അപ്പോൾ 1 അല്ല, it will be 2. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അല്ലേ p8 28 എന്ന് വരും. So the answer is 2. All right. Now see this question. അത്യാവശ്യം നല്ലൊരു ചോദ്യമാണ്. Consider the natural number 1pp1792 which is divisible by 4. Now consider the following statements. അപ്പോൾ നിങ്ങൾ ഇന്ന് അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ you just go through the previous year questions. അതായത് ഒരു 2024ലെയും 23ലെയും 22ലെയൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ നല്ലതുപോലെ നോക്കുക. ഓക്കെ, 25 തൊട്ട് അങ്ങോട്ടുള്ള ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ് യു ക്യാൻ സീ ഇൻ ദോസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൈൻഡ് ഓഫ് ചോദ്യങ്ങളും UPSC ചോദിക്കാറുണ്ട്. വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ഓൾ ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദി കമ്മിങ് ക്ലാസ്സസ്. നമ്മൾ ഓരോ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് UPSC ഈസ് ആസ്കിങ് ഇസ് ആക്ച്വലി ദി സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് ഇതുപോലെ ആയിരിക്കും ചോദ്യം. അതായത് ഡയറക്റ്റ് ഉത്തരം കണ്ടുപിടിക്കാനൊന്നും ആയിരിക്കില്ല, സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിരിക്കും ആൻഡ് വി നീഡ് ടു ഐഡൻറ്റിഫൈ ദി വിച്ച് ഓഫ് ദി ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്. സോ ഹിയർ കൺസിഡർ ദ ക്വസ്റ്റ്യൻ ഇസ് കൺസിഡർ ദി നാച്ചുറൽ നമ്പർ 1pp1792 വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 4. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് 1pp1792 എന്ന് പറയുന്ന നമ്പർ 4 ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1, ദ വാല്യൂ ഓഫ് p ക്യാൻ ബി എനി വാല്യൂ ഫ്രം 0 to 9. പിയുടെ വാല്യൂ 0 തൊട്ട് 9 വരെയുള്ള ഏത് വാല്യൂ ആകാം. സോ ദാറ്റ് ഈസ് ആക്ച്വലി സ്റ്റേറ്റ്മെൻറ്റ് 1. ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2, ദ നമ്പർ ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 8. നമ്പർ എന്ന് പറയുന്നത് 8 ഡിവിസിബിൾ ആണ്. അപ്പോൾ 8ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ നമ്മൾ ഇതുവരെയും ചർച്ച ചെയ്തിട്ടില്ല, പക്ഷേ ഈ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് 8ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, 8ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് തിരികെ ഈ ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ 8ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ, വാട്ട് ഈസ് ദി ഡിവിസിബിലിറ്റി കണ്ടീഷൻ ഓഫ് 8? നിങ്ങൾക്ക് 4ൻ്റെ അതറിയാം, ദ ലാസ്റ്റ് 2 ഡിജിറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 4. അങ്ങനെയാണെങ്കിൽ 8ൻ്റെതോ, ദ ലാസ്റ്റ് 3 ഡിജിറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 8. അവസാനത്തെ 3 ഡിജിറ്റ് എന്തായിരിക്കണം? 8ഉമായിട്ട് ഡിവിസിബിൾ ആയിരിക്കണം. സോ ദാറ്റ്സ് ആക്ച്വലി ദി ഡിവിസിബിലിറ്റി കണ്ടീഷൻ ഓഫ് 8. ഓക്കെ, അപ്പോൾ 4ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ എന്താണ്? ദ ലാസ്റ്റ് 2 ഡിജിറ്റ് ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 4. ആൻഡ് 8ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷനോ, ദ ലാസ്റ്റ് 3 ഡിജിറ്റ് ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 8. ഓക്കെ, സോ see this number 3672. 3672 3672 അല്ലേ? 3672. സോ 8ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ എന്താണ്? ദ ലാസ്റ്റ് 3 ഡിജിറ്റ് ഇറ്റ് ഷുഡ് ബി ദ നമ്പർ ഫോംഡ് ബൈ ലാസ്റ്റ് 3 ഡിജിറ്റ് ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 8. അതായത് 672 എന്ന് പറയുന്ന ആ 3 ഡിജിറ്റ് നമ്പർ എന്തായിരിക്കണം? 8ഉമായിട്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് ദ നമ്പർ ഇൻ ടോട്ടൽ ഇസ് ഡിവിസിബിൾ ബൈ 8. സോ ലെറ്റ് us check whether 672 is divisible by 8. ഫോർ ദാറ്റ് നിങ്ങളത് ഡിവൈഡ് ചെയ്ത് തന്നെ നോക്കേണ്ടിയിരിക്കുന്നു. സോ 8 7 times it is 56. 8 8 times it is 64. And 7ൽ നിന്ന് 4 പോകുമ്പോൾ 3. And we know that 8 4 times it is 32. Right. So here 672 is divisible by 8. So I can say that the number 3672, that number is also divisible by 8. 3672 എന്ന് പറയുന്നത് നമ്പർ എന്താണ്? 8ഉമായിട്ട് ഡിവിസിബിൾ ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഡിവിസിബിലിറ്റി കണ്ടീഷൻ ഓഫ് 8? ദ ലാസ്റ്റ് 3 ഡിജിറ്റ് ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 8. അങ്ങനെയാണെങ്കിൽ ദ നമ്പർ ഇൻ ടോട്ടൽ ഇറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 8. ഓക്കെ, അപ്പോൾ 8ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ചോദ്യത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു നമ്പറുണ്ട് അല്ലേ? സോ ദി നമ്പർ ഇസ് 1pp1792. നമ്പർ എന്താണ്? 1pp1792. ഇതാണ് നമ്പർ. അപ്പോൾ 2 ഡിജിറ്റിൻ്റെ സ്ഥാനത്ത് p എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 4. 4ഉമായിട്ട് ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ, ദ വാല്യൂ ഓഫ് p ക്യാൻ ബി എനി വാല്യൂ ഫ്രം 0 to 9. ദ വാല്യൂ ഓഫ് p ക്യാൻ ബി
എനി വാല്യൂ ഫ്രം 0 to 9. പിയുടെ വാല്യൂ എന്തായിരിക്കാം? ഈ പറയുന്ന പോലെ എനി വാല്യൂ ഫ്രം 0 to 9, 0 തൊട്ട് 9 വരെയുള്ള ഏത് വാല്യൂവും പിക്ക് വരാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ ആ സ്റ്റേറ്റ്മെൻറ്റ്? നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 1PP1792 ഇസ് ഡിവിസിബിൾ ബൈ 4 ആൻഡ് 4ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ അറിയാം. ലാസ്റ്റ് 2 ഡിജിറ്റ് എന്തായിരിക്കണം? 4ഉമായിട്ട് ഡിവിസിബിൾ ആയിരിക്കണം. അതാണ് 4ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ. നൗ ലെറ്റ് us check whether 92 is divisible by 4. So 92നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 2 times it is 8, remainder 1. 4 3 times it is 12, so you are getting remainder 0. So I can say that 92 is divisible by 4. സോ ഈ നമ്പർ മൊത്തത്തിൽ 4ഉമായിട്ട് ഡിവിസിബിൾ ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് എവർ ദി വാല്യൂ ഫോർ പി ഇസ്. പിയുടെ വാല്യൂ എന്തും ആയിക്കൊള്ളട്ടെ അല്ലേ, ആ പിയുടെ വാല്യൂ ഇതേണ്ട ഈ 2 വാല്യൂസ് എന്തും ആയിക്കൊള്ളട്ടെ, നമ്മൾ അത് ഒട്ടും തന്നെ പ്രശ്നമാക്കുന്നതേ ഇല്ല. ബിക്കോസ് പിയുടെ വാല്യൂ നമ്മളിപ്പോൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഈ 92 എന്ന് പറയുന്നത് 4ഉമായിട്ട് ഡിവിസിബിൾ ആകുന്നിടത്തോളം സമയം ദിസ് നമ്പർ ഇൻ ടോട്ടൽ, ഈ ഒരു മൊത്തം നമ്പർ എന്തായിരിക്കും? 4ഉമായിട്ട് ഡിവിസിബിൾ ആയിരിക്കും. So statement 1, the value of p can be any value from 0 to 9. It is correct. അല്ലേ, ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ എബവ് ഈസ് ഓർ ആർ കറക്റ്റ്? ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ആൻഡ് വാട്ട് അബൌട്ട് ദി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്? ദ നമ്പർ ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 8. അപ്പോൾ 8ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ കുറച്ച് മുമ്പേ നമ്മൾ അങ്ങോട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ. ലാസ്റ്റ് 3 ഡിജിറ്റ് ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 8. അങ്ങനെയാണെങ്കിൽ ദ നമ്പർ ഇൻ ടോട്ടൽ ഇറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 8. Okay, so here, yes, so 792 അതിനെ 8 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. നമുക്കറിയാം 8 9 times it is 72 അല്ലേ. so after 9 it becomes 72 and 8 9 times it is 72. അപ്പോൾ 899 times ആണ് 792. so or we can say that 792 is divisible by 8 അല്ലേ. 792 എന്ന് പറയുന്നത് 8ഉമായിട്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ 3 ഡിജിറ്റ് എന്ന് പറയുന്നത് 8ഉമായിട്ട് ഡിവിസിബിൾ ആണ്, വിച്ച് ഇംപ്ലൈസ് ദി നമ്പർ 1PP1792 ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 8. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, വിച്ച് മീൻസ് ദാറ്റ് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് 1 and 2 ആർ കറക്റ്റ് അല്ലേ. 2 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ് അല്ലേ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. ആൻഡ് സീ ദിസ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്, following natural number 7564 PQ which is divisible by 4, and consider the following statements. PQ can be a multiple of 3. PQ എന്ന് പറയുന്ന ആ ഒരു 2 ഡിജിറ്റ് നമ്പർ 3യുടെ മൾട്ടിപ്പിൾ ആകാം എന്നാണ് അവർ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 2, P plus Q is always an even number. P plus Q എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഈവൻ നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ തന്നെ ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി എന്നുള്ളത്. എന്നിട്ട് നമുക്കിത് പിന്നീട് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഈവൻ നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് അഡീഷൻ്റെ കാര്യമാണ്. അത് ജസ്റ്റ് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് 2 നമ്പർ തന്നിരിക്കുകയാണ്, എ ബി. ഈ 2 നമ്പർ ആഡ് ചെയ്ത് നമുക്ക് സി കിട്ടുന്നെന്ന് വെച്ചോ. ഇഫ് എ ഈസ് ആൻ ഈവൻ നമ്പർ, എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആയിക്കോട്ടെ. എ എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ്, ബി എന്ന് പറയുന്നതും ഒരു ഈവൻ നമ്പറാണ് എങ്കിൽ സി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. അതായത് ഒരു ഈവൻ നമ്പറിൻ്റെ കൂടെ ഈവൻ ആഡ് ചെയ്യുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. ഓക്കെ, അതായത് 6 + 2 യു ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് 8. 8 ഒരു ഈവൻ നമ്പറാണ് അല്ലേ. 4 + 2 യു ആർ ഗെറ്റിംഗ് 6. അഗെയിൻ ഇറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ. അപ്പോൾ ഈവൻ നമ്പറിൻ്റെ കൂടെ ഈവൻ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഈവൻ നമ്പറാണ്. ഇനി ഈവൻ്റെ കേസിന് പകരം ഓഡാന്നിരിക്കട്ടെ. ഇഫ് ദി ഗിവൺ നമ്പേഴ്സ് ആർ ഓഡ്, എല്ലാം ഓഡ് നമ്പർ ആണെന്നിരിക്കട്ടെ. അതായത് എയും ബിയും സിയും എന്ത് നമ്പറാണ്? ഓഡ് നമ്പറാണ്. ഇഫ് ദി ഗിവൺ നമ്പർ എ ഈസ് ഓഡ്, ബി ഓൾസോ ഓഡ്. അപ്പോൾ ഓഡും ഓഡ് നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു ഈവൻ നമ്പറാണ് അല്ലേ. ഉദാഹരണത്തിന് 3 + 5 യു ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് 8. 8 ഈസ് ആൻ ഈവൻ നമ്പർ. അപ്പോൾ ഒരു ഓഡ് നമ്പറിൻ്റെ കൂടെ മറ്റൊരു ഓഡ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഈവൻ നമ്പറാണ് കിട്ടുന്നത്. ഇനി ഒരു ഓഡ് നമ്പറും ഒരു ഈവൻ നമ്പറും ആണെങ്കിലോ വാട്ട് ഗോണ ഹാപ്പൻ? ഒരു ഓഡ് നമ്പറും ഒരു ഈവൻ നമ്പറും ആണെങ്കിലോ, സോ കൺസിഡർ എ എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ, ബി എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പർ. സോ വാട്ട് വിൽ ബി ദി ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഓൾവേസ് ആൻ ഓഡ് നമ്പർ അല്ലേ. അതായത് ഓഡ് നമ്പർ 3, ഈവൻ നമ്പർ 2. സോ 3 + 2 ഇറ്റ് ഈസ് 5. 5 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ ഒരു ഓഡ് നമ്പറിൻ്റെ കൂടെ ഈവൻ നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എപ്പോഴും ഒരു ഓഡ് നമ്പറാണ്. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ
ഡിസ്കസ് ചെയ്യുക. അല്ല, ഇത് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ വെക്കുക കേട്ടോ. ഓൾ റൈറ്റ്. സോ ഈവൻ പ്ലസ് ഈവൻ, യു ആർ ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. ഓഡ് പ്ലസ് ഓഡ്, എഗെയിൻ യു ആർ ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. ഓഡ് പ്ലസ് ഈവൻ, എഗെയിൻ യു ആർ ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചോദ്യം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്കിത് വരും ക്ലാസ്സുകളിൽ നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിവിസിബിലിറ്റി കണ്ടീഷൻ ഓഫ് 6 ആണ്. ഓക്കെ, സോ ലെറ്റ് us check what is actually the divisibility condition of 6. then 6ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ നോക്കിക്കേ. ഇറ്റ് ഷുഡ് ബി ആൻ ഈവൻ നമ്പർ ആൻഡ് ദി നമ്പർ ഇസ് ഓൾസോ ഡിവിസിബിൾ ബൈ 3. അതായത് 6ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ എത്രയേ ഉള്ളൂ, തന്നിരിക്കുന്ന നമ്പർ ഈവൻ നമ്പർ ആയിരിക്കണം. അതായത് ദ നമ്പർ ഷുഡ് ബി ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് നമ്പർ ഷുഡ് ബി ഡിവിസിബിൾ ബൈ 2 അല്ലേ, ഒരു ഈവൻ നമ്പറും ആയിരിക്കണം. അതുപോലെ തന്നെ ദാറ്റ് നമ്പർ ഷുഡ് ബി ഓൾസോ ഡിവിസിബിൾ ബൈ 3. ഓക്കെ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ദ നമ്പർ ഷുഡ് ബി ഡിവിസിബിൾ ബൈ ബോത്ത് 2 ആൻഡ് 3. ഒരു നമ്പർ 2ഉം 3ഉമായിട്ട് ഡിവിസിബിൾ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് നമ്പർ ഇസ് ഓൾസോ ഡിവിസിബിൾ ബൈ 6. അതായത് സൈമൾട്ടേനിയസ് ആയിട്ട് 2ഉം 3ഉമായിട്ട് ഡിവിസിബിൾ ആയിരിക്കണം. ദ നമ്പർ ഷുഡ് ബി ഡിവിസിബിൾ ബൈ ബോത്ത് 2 ആൻഡ് 3. ദെൻ യു ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ നമ്പർ ഇസ് ഓൾസോ ഡിവിസിബിൾ ബൈ 6. ഓക്കെ, സോ ഇതല്ലേ. അപ്പോൾ ഒരു സിമ്പിൾ ഉദാഹരണത്തിന് 24, വി നോ ദാറ്റ് നമ്പർ 24 എന്ന് പറയുന്നത് വി ഓൾറെഡി നോ ദാറ്റ് 24 ഇസ് ഡിവിസിബിൾ ബൈ 6 അല്ലേ. 24 എന്ന് പറഞ്ഞാൽ 6ആയിട്ട് ഡിവിസിബിൾ ആണ്, 6ൻ്റെ ടേബിളിൽ വരുന്ന ഒരാളാണ്. പക്ഷേ ഈ 24 നമുക്കൊന്ന് ചെക്ക് ചെയ്യാം വെദർ ദാറ്റ് നമ്പർ ഇസ് ഡിവിസിബിൾ ഓർ നോട്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി നോ ദാറ്റ് ദ 24 ഈസ് ആൻ ഈവൻ നമ്പർ. 24 എന്ന് പറഞ്ഞത് ഒരു ഈവൻ നമ്പറുമാണ്. ആൻഡ് അനദർ തിങ്, 24 is also divisible by 3. That is 2 plus 4. You are getting it as 6. 6 എന്ന് പറയുന്നത് 3ൻ്റെ ഡിവിസിബിലിറ്റി 3ആയിട്ട് ഡിവിസിബിൾ ആണ്. സോ ഐ ക്യാൻ സേ ദാറ്റ് 24 is also divisible by 3. അപ്പോൾ 24 എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്, അഥവാ 2ആയിട്ട് ഡിവിസിബിൾ ആണ്, അതുപോലെ തന്നെ 3യുമായിട്ട് ഡിവിസിബിൾ ആണ്. സോ ഐ ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ നമ്പർ വിച്ച് ഇസ് 24 is divisible by 6. അപ്പോൾ 6ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ എത്രയേ ഉള്ളൂ, in a given number, if that number satisfies the divisibility condition of both 2 and 3, അല്ലെങ്കിൽ that number is divisible by both 2 and 3, then we can say that that number is also divisible by 6. 6ഉമായിട്ട് ഡിവിസിബിൾ ആയിരിക്കും. ആൻഡ് ഹിയർ അതിനെ റിലേറ്റ് ചെയ്തൊരു 2 ചോദ്യമുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫൈൻഡ് ദി പോസിബിൾ വാല്യൂ ഓഫ് p in the natural number 473p8 if the number is divisible by 6. അവർ പറഞ്ഞിരിക്കുകയാണ് 473p8 എന്ന് പറയുന്ന ഒരു നമ്പർ, എ 5 ഡിജിറ്റ് നമ്പർ, ആ നമ്പർ 6ഉമായിട്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഫൈൻഡ് ദി വാല്യൂ ഓഫ് p അല്ലേ. അപ്പോൾ ഇവിടെ വി നീഡ് ടു ചൂസ് ദി വാല്യൂ ഫ്രം ദി ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്യണം. സോ ഹിയർ 473p8. ഓക്കെ, ഒരു കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ, അതായത് പിയുടെ വാല്യൂ ചൂസ് ചെയ്യാതെ തന്നെ നമുക്ക് പറയാൻ കഴിയും ദ ഗിവൺ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 2 അല്ലെങ്കിൽ ഒരു ഈവൻ നമ്പർ ആണെന്നുള്ളത് അല്ലേ. ബിക്കോസ് യൂണിറ്റ് പ്ലേസിലെ നമ്പർ അല്ലേ, യൂണിറ്റ് പ്ലേസിലെ നമ്പർ നോക്കിക്കേ, ഇറ്റ് ഇസ് 8 എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഈവൻ നമ്പറാണ്. സോ എനി നമ്പർ എൻഡിങ് വിത്ത് ആൻ ഈവൻ ഡിജിറ്റ്, ദാറ്റ് നമ്പർ ഈസ് ആൻ ഈവൻ നമ്പർ അല്ലേ. ആ മൊത്തം നമ്പർ എന്തായിരിക്കും, ഈവൻ നമ്പർ ആയിരിക്കും. ആൻഡ് ദാറ്റ് നമ്പർ ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 2. സോ എനി നമ്പർ വിച്ച് ഇസ് എൻഡിങ് വിത്ത് ആൻ ഈവൻ ഡിജിറ്റ്, ദാറ്റ് നമ്പർ ഈസ് ഓൾവേസ് ഡിവിസിബിൾ ബൈ 2. അപ്പോൾ നമ്മൾ പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ദ ഗിവൺ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 2. ഇനിയിപ്പോൾ എന്ത് ചെയ്താൽ മതി, 3യുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്ന ഒരു ഡിജിറ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ സോ വിച്ച് നമ്പർ യു വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഹിയർ, അതിന് നമുക്ക് ആദ്യം അല്ലേ 3യുടെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ എങ്ങനെ ചെയ്തതെന്ന് ഓർമ്മയുണ്ടല്ലോ, അത് നമുക്കൊന്ന് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ആഡ് ദി ഇൻഡിവിജ്വൽ ഡിജിറ്റ്സ്. 4 + 7 + 3 + p + 8. 7 + 3 it is 10. 10 + 8 it is 18. 18 + 4, 18 + 2 it is 20. 20 + 2 it is 22. So 22 + p എന്ന് വരും. ഓക്കെ, സോ 22 + p എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ദിസ് നമ്പർ ഷുഡ് ബി ഡിവിസിബിൾ ബൈ 3 അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ദി വാല്യൂ 1. സോ 22 + 1 you are getting it as 23. 23 is not divisible by 3 അല്ലേ. Then 22 + 2 which is 24. What about 24? 24 divisible ആണോ നോക്കിക്കേ. 3 6 times it is 18. 3 7 times it is 21. 3 8 times it is 24. 3 8 തവണ 24 വരുന്നുണ്ട്. So I can say that 24 is divisible by 3. So
we can say that the value of p is 2. പിൻ്റെ വാല്യൂ 2 ആണ് വരുന്നത് അല്ലേ. പിൻ്റെ വാല്യൂ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ എന്ത് കിട്ടും? 47328. And this 5-digit number is already it is divisible by 2, and we already identified that the number is also divisible by 3. Hence we can say that the given number is divisible by 6. അപ്പോൾ നമുക്ക് പറയാം പിയുടെ വാല്യൂ എന്താണ്? 2 ആണ് അല്ലേ. വെരി ഈസി, റൈറ്റ്. അതുപോലെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്യുക. 9465p ചെക്ക് വെദർ ദി ഗിവൺ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 6. അപ്പോൾ ഇതും ഒരു ഹോംവർക്കാണ് കേട്ടോ. ദിസ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് എല്ലാം കാണാൻ പറ്റുന്നുണ്ടല്ലോ. ജസ്റ്റ് ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ദിസ്. പെട്ടെന്നൊരു സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. ഓക്കെ.